നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല നമ്മളെങ്ങാനും എന്തെങ്കിലും രീതിയിൽ നമ്മൾ മെൻ്റലി വീക്ക് ആവുക അല്ലെങ്കിൽ അക്കാഡമിക്കലി വീക്ക് ആകുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് അപ്പാക്കി കൊണ്ടുവരാൻ ഇവിടുത്തെ മെൻറ്റേഴ്സ് നമ്മൾ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സലന്റ് ടീച്ചേഴ്സാണ്. ഡെയിലി 100 to 150 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ക്ലാസ് എടുക്കുമ്പോഴുള്ള ടീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് ഉണ്ടാവുക. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് ഇവിടുത്തെ. നല്ല വൈബാണ്, ഫുൾ എനർജിയാണ് ക്ലാസ്. Hello dear students, welcome to Target Learning App. മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ആ ചാപ്റ്ററിലെ MCQ സെക്ഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. മക്കളെ നോക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 1. On a new scale of temperature and called the W scale, linear scale ആണ്. Okay. The freezing and boiling points of water are 39 degree W and 39 degree W respectively. What will be the temperature on the new scale corresponding to a temperature of 39 degree Celsius on the Celsius scale? മക്കളെ ശ്രദ്ധിക്കണം, ഇവിടെ സ്കെയിൽ കൺവേർഷൻ ആണ്. അപ്പോൾ W എന്നൊരു സ്കെയിലും ഉണ്ട്, സെൽഷ്യസ് സ്കെയിലും. അത് നമ്മൾ റിലേറ്റ് ചെയ്യണം. എങ്ങനെ റിലേറ്റ് ചെയ്യാം? W സ്കെയിലിലെ വാല്യൂ മൈനസ് W സ്കെയിലിലെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്, ദാറ്റ് ഈസ് 39 ഡിവൈഡഡ് ബൈ മെൽറ്റിംഗ് പോയിന്റ് ഐസ് അതിൽ നിന്ന് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിലേക്കുള്ള അകലം എത്ര? 239 minus 39, that is equal to 100 is equal to Celsius scale C minus 0 by 100 എന്നുണ്ടാവും. റൈറ്റ്? കട്ട്. സോ ഇവിടെ റിലേഷൻ എന്ന് പറയുമ്പോൾ W മൈനസ് 39 ഇസ് ഈക്വൽ ടു 2C എന്നുണ്ടാകും. ഇവിടുന്ന് W എന്താ വരിക? 2C പ്ലസ് 39 എന്നാണ് വരിക. അപ്പൊ സെൽഷ്യസിൽ എത്ര വാല്യൂ? സെൽഷ്യസിലെ 39 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് W സ്കെയിലിലെ വാല്യൂ ചോദിച്ചല്ലേ. ഇപ്പൊ W കാണണം. C എത്ര? 39. സോ 2 into 39 പ്ലസ് 39. അപ്പൊ ഉണ്ടാവുക 40 എടുക്കുകയാണെങ്കിൽ 120 3 കുറച്ചാൽ എത്ര ഉണ്ടാവും? 117. സോ ആൻസർ ഈസ് 117. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അത് ചെയ്താൽ മതി, 117 കിട്ടും. ഓക്കെ, ഇത് 239 പ്ലസ് 29 339 അല്ലേ? ശരിക്കും 340 എത്ര നോക്കുക? എത്ര? 120 എന്ന് 3 കുറച്ചാൽ മതി. ആൻസർ ഈസ് 117. ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. A copper rod of 88 centimeter and aluminium rod of unknown length. അപ്പം കോപ്പർ റോഡ് ഉണ്ട്, അവൻ്റെ ലെങ്ത്, ഇനീഷ്യൽ ലെങ്ത് ഓക്കെ, L0 ഓഫ് കോപ്പർ എത്ര? ഇനീഷ്യൽ ലെങ്ത് ഓഫ് കോപ്പർ എത്ര? 88 സെന്റിമീറ്റർ ആണ്. ആൻഡ് അലുമിനിയം റോഡിൻ്റെ ഇനീഷ്യൽ ലെങ്ത് നമുക്ക് അറിയില്ല, അത് ക്വസ്റ്റ്യൻ മാർക്ക്. Have their increase in length independent of increase in temperature. അതിൻ്റെ ലെങ്ത്തിലുള്ള ഇൻക്രീസ് ടെമ്പറേച്ചറിന് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചറിലുള്ള മാറ്റത്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ലെങ്ത് ഓഫ് അലുമിനിയം റോഡ് ഈസ്, വി വാണ്ട് ടു ഫൈൻഡ് ലെങ്ത് ഓഫ് അലുമിനിയം റോഡ്. ഇവരെ ആൽഫ വാല്യൂസ് നമുക്ക് അറിയാം. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഹാവ് ദെയർ ഇൻക്രീസ് ഇൻ ലെങ്ത് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നാ പറഞ്ഞത്. അപ്പം രണ്ടാളും ഞാൻ ഡെൽറ്റ ടി ടെമ്പറേച്ചർ കൂടി, മീൻസ് ടെമ്പറേച്ചർ കൂട്ടി. അപ്പൊ അവർ രണ്ടുപേരുടെയും ലെങ്ത്തിലുള്ള ഇൻക്രീസ് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഞാൻ രണ്ടുപേരുടെയും വർദ്ധിപ്പിച്ചാൽ രണ്ടാളുടെയും ലെങ്ത്തിലുള്ള വർധനവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടാളുടെയും ചേഞ്ച് ഇൻ ലെങ്ത് എന്തായിരിക്കും? സെയിം ആവണം. ഡെൽറ്റ എൽ സിയും ഡെൽറ്റ എൽ അലൂമിനിയവും സെയിം ആവണം. ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താ മക്കളെ? L0 ആൽഫ എൽ ഡെൽറ്റ ടി ആണ് ഇക്വേഷൻ വരിക. അപ്പൊ അതിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ സിയുടെ എന്താ വരിക? L0 പറഞ്ഞാൽ L0 CU ഓക്കെ ഇൻറ്റു ആൽഫ CU ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു അടുത്തതോ L0 ഓഫ് അലുമിനിയം ഇൻറ്റു ആൽഫ അലുമിനിയം ഇൻറ്റു ഡെൽറ്റ ടി വരികയും ഡെൽറ്റ ടി കട്ടാവുകയും ചെയ്യും. സോ ഫ്രം ഹിയർ L0 AL അല്ലേ കാണേണ്ടത്. സോ L0 ഓഫ് അലുമിനിയം ഇസ് ഈക്വൽ ടു L0 ഓഫ് കോപ്പർ ഇൻറ്റു ആൽഫ CU ബൈ ആൽഫ അലുമിനിയം എന്ന് വരും. That is equal to what is L0 of copper, that is 88 centimeter ആണ്, into
ആൽഫ CU എന്താ 1.7 into 10 raised to minus 5 ആണ് divided by ആൽഫ ALO 2.2 into 10 raised to minus 5 ഇത് കട്ടാവും 10 raised to 5 കട്ടാവും 88 by 2.2 എന്ന് പറയുമ്പോൾ 88 to 2.2 കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ലിസൺ ഇങ്ങനെ എഴുതാം that is equal to 88 into 1.7 by 22 into 10 raised to minus 1 എന്ന് എഴുതാം 88 by 22 is 4 ആണ് 4 സോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 എഴുതാം that is okay 4 so this becomes 4 into 1.7 ഉണ്ടാവും അല്ലേ അപ്പോൾ 10 raised to minus 1 അപ്പോൾ 1.7 into 4 28 2 6 6.4 ഉണ്ടാവും 6.8 ഉണ്ടാവും 6.8 10 raised to minus 1 plus 68 ഉണ്ടാവും so answer is 68 okay so answer ചെയ്ത് നമ്മൾ കിട്ടിയ ആൻസറിലേക്ക് എത്തി 6.8 into 10 10 raised to minus 1 നമ്മൾ കയറുമ്പോൾ 10 raised to plus 1 ഉണ്ടാവും അപ്പോൾ ആൻസർ is 68 centimeter is the right answer okay അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നെക്സ്റ്റ് വൺ the value of coefficient of volume expansion of glycerin is 5 10 raised to minus 4 so glycerinde coefficient of volume expansion alpha v 5 10 raised to minus 4 ആണ് okay the fractional change in density of glycerin for a rise of 40 degrees Celsius in its temperature is മക്കളെ ശ്രദ്ധിക്കുക density of a substance at a temperature rho T is equal to rho 0 into 1 minus alpha v delta T എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസിനെ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും ആ ഡെൻസിറ്റിയിലുള്ള മാറ്റം റോ ടി ഡെൻസിറ്റി ചേഞ്ച് നമ്മൾ വി ടി ഇസ് ഈക്വൽ ടു വോളിയം ചേഞ്ച് ഇസ് ഈക്വൽ ടു വി 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ബി ഡെൽറ്റ ടി എന്ന് നമ്മൾ എഴുതല്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ഇക്വേഷൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറയല്ലേ ചെയ്യുക സബ്സ്റ്റൻസിൻ്റെ ആണ് വോളിയം ആണെങ്കിലോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടുക ചെയ്യുക അതുകൊണ്ട് ഇവിടെ പ്ലസ് വന്നു ആൽഫ വി വാല്യൂ പ്ലസ് ആ വരിക അല്ലേ എന്നാൽ ഇവിടെ എന്താ വരിക മൈനസ് ആ വരിക ഓക്കെ സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയായതുകൊണ്ട് സോ റോ ടി ഈസ് ഈക്വൽ ടു റോ 0 മൈനസ് റോ 0 ആൽഫ വി ഡെൽറ്റ ടി എന്ന് വരും ഓക്കെ സോ ലിസൺ ഈ റോ 0 ആൽഫ വി ലെഫ്റ്റിലേക്ക് എടുത്താൽ റോ 0 ആൽഫ വി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു റോ 0 മൈനസ് റോ ടി എന്ന് വരും ഫ്രം ഹിയർ വാട്ട് ഈസ് ദാറ്റ് ഈ റോ 0 റൈറ്റിലേക്ക് എടുത്താൽ ആൽഫ വി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു റോ 0 മൈനസ് റോ ടി ബൈ റോ 0 വിച്ച് മീൻസ് ഡെൽറ്റ റോ അതായത് ചേഞ്ച് ഇൻ ഡെൻസിറ്റി ബൈ ഒറിജിനൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ആൽഫ വി ഡെൽറ്റ ടി ആണ് വരിക റൈറ്റ് ചോദിച്ചത് എന്താ അറിയോ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി എന്താ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ചേഞ്ച് ഇൻ ഡെൻസിറ്റി ബൈ ഒറിജിനൽ ഡെൻസിറ്റി ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഇപ്പോൾ അതല്ലേ കാണാൻ പറഞ്ഞത് യെസ് എന്താ ആൽഫ വി ഡെൽറ്റ ടി ആണ് എന്താ ആൽഫ വി 5 10 raised to minus 4 ആണ് ഡെൽറ്റ ടി 40 ഡിഗ്രി സെൽഷ്യസ് കൂടി എന്നാ പറഞ്ഞത് അത് ഡെൽറ്റ ടി 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 40 കെൽവിനുമാണ് അപ്പോൾ അത് എടുത്താൽ മതി 40 എടുത്താൽ മതി ഇസ് ഈക്വൽ ടു 200 ഉണ്ടാകും 200 ഇൻറ്റു 10 raised to minus 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to minus 2 എന്നുണ്ടാവും സോ രണ്ട് സ്ഥാനം മാറ്റുക അപ്പോൾ ആൻസർ ഈസ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ The quantities of heat required to rise the temperature of two solid copper spheres of radii R1 and radii R2. R1 is equal to 1.5 R2 through 1 Kelvin R in the ratio. അപ്പോൾ ഇതിൻ്റെയും ടെമ്പറേച്ചർ 1 കെൽവിൻ വെച്ച് റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റാണ് ചോദിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റാണ് ചോദിക്കുന്നത് ഇവിടെ 1 കെൽവിൻ റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് Q1 ആയിക്കോട്ടെ Q1 റേഷ്യോ അല്ലേ ചോദിച്ച് ഓക്കെ റേഷ്യോ അപ്പോൾ Q1 by Q2 ഈസ് ഈക്വൽ ടു ഇയാളുടെ മാസ് MS ഡെൽറ്റ ടി ആണ് ശരിക്കും വേണ്ടത് ഓക്കെ അപ്പോൾ M1 S രണ്ട് സെയിം മെറ്റീരിയൽസ് അല്ലേ
two solid copper spheres. അപ്പോൾ രണ്ടാളുടെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സെയിം ആണ്. ഓക്കെ, അപ്പോൾ മാസ് മാത്രമേ വ്യത്യാസമുള്ളൂ. MS ഡെൽറ്റ ടിയിൽ ഇയാളുടെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സെയിം ആയതുകൊണ്ട് കട്ടായി പോയി. ടെമ്പറേച്ചർ ഡിഫറൻസ് 1 കെൽവിൻ ആയതുകൊണ്ട് അവൻ കട്ടായി പോയി. പിന്നെ മാസുകൾ തമ്മിലുള്ള റേഷ്യോ, മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം എന്താ 4/3 πr³ ആണ് വോളിയം വരിക. സോ ഡെൻസിറ്റി ഇൻറ്റു 4/3 πr³. മാസ് ഡെൻസിറ്റി എന്താ സെയിം ആണ്. സോ കട്ട് അപ്പോൾ R1³ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആക്കി കേട്ടോ. ഓക്കെ, സോ R1³ സോ ഇങ്ങനെ എഴുതാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം 1.5. ലിസൺ, R1നെ 1.5 R2³ എന്ന് എഴുതാം ബൈ എന്തുണ്ടാകും R2³. സോ R2³ കട്ടാവും. ആൻസർ ഈസ് 1/5 1/5 വേറെ 3/2 ആണ്. 3/2ന്റെ ഹോൾ ക്യൂബ് ഉണ്ടാവും. സോ 3³ 2³ 3³ പറഞ്ഞാൽ എന്താ 3³ 9 3 3 9 9 3 27. അപ്പോൾ 27/2 4 2 8. സോ 27/8 ഉണ്ടാവും. സോ ആൻസർ ഈസ് A is the right answer. Simple question. Next question. Thermal capacity of 40 gram of aluminium. Thermal capacity എന്ന് പറയുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ആണ്. 40 gram of aluminium കാണാൻ പറഞ്ഞത്. സോ മാസ് എത്ര 40 grams is equal to 40 gram എന്ന് പറഞ്ഞാൽ 40/1000 kilogram എന്നും പറയും. സോ ആൻസർ ഈസ് 4/100 kilogram ആണ് മാസ്. ഓക്കെ, കിലോഗ്രാം പറയുമ്പോൾ അതിൻ്റെ തെർമൽ കപ്പാസിറ്റി കാണണം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ് 0.2 കാലറി പെർ ഗ്രാം കെൽവിൻ ആണ്. ചേഞ്ച് ചെയ്യണം. 0.2നെ കാലറി എന്ന് ജൂളിലേക്ക് മാറ്റാൻ 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ജൂളായി. ഇനി ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഗ്രാമിനെ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ എന്തായി ജൂൾ പെർ കിലോഗ്രാം കെൽവിനായിട്ട് മാറി. ഈ സീക്വൽ മുകളിൽ കയറുമ്പോൾ 0.2 2 ആവും. ഇത് 2 ആകുമ്പോൾ 2 0 എടുക്കും. പിന്നെ 1 0 20 × 42 എന്നുണ്ടാവും. ഇത് മുകളിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ. സോ ആൻസർ ഈസ് 42 84 0. ഓക്കെ, ഇത്രയും ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒന്ന് വലക്കാൻ വേണ്ടി ഈ രീതിയിലേക്ക് തന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ചോദിച്ചാൽ എന്താ തെർമൽ കപ്പാസിറ്റി ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു മക്കളെ ഹീറ്റ് കപ്പാസിറ്റി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ എന്താ ΔQ ബൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ΔQ ബൈ M ΔT ആണ്. M ΔT ഇവിടുന്ന് ΔQ ബൈ ΔT എന്ന് പറഞ്ഞാൽ എന്താ ഹീറ്റ് കപ്പാസിറ്റി ആണ്. ΔQ ബൈ ΔT ഹീറ്റ് കപ്പാസിറ്റി ആണ്. അതുകൊണ്ട് ഇയാളെ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കാം. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി ബൈ മാസ്. ഹീറ്റ് കപ്പാസിറ്റി എന്താണ് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു മാസ് എത്ര 40 4/100 അല്ലേ 4/100. സോ ആൻസർ ഈസ് സ്പെസിഫിക് കപ്പാസിറ്റി 840 ആണ്. സോ 4/100 is mass and specific heat capacity 840. ഒരു 0 കട്ടായി പോയി. ആൻസർ ഈസ് 84 × 4 is 16 1. അപ്പോൾ 84 × 4 / 10 ഉണ്ടാകും. അപ്പോൾ എത്ര 16.6 ആണ് ആൻസർ വരിക. ഞാൻ വെച്ചാൽ മതി 84 × 4 ചെയ്യുമ്പോൾ എന്തായാലും 4 × 4 16 വരും. അപ്പോൾ ലാസ്റ്റ് എന്തായാലും 6 ആണ് വരിക. ഓക്കെ, 1 റിമൈൻഡർ ഉണ്ടാവും. അപ്പോൾ എത്ര ഉണ്ടാവും 8 × 4 is 32 33 ഉണ്ടാവും. സോ 33 6/10 ആൻസർ ഈസ് 33.6. ഓക്കെ, ആൻസർ ഈസ് 33.6. സോ D is the right answer. ഓക്കെ, D ആണ് നമ്മളുടെ ആൻസർ വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഹീറ്റ് കപ്പാസിറ്റി തമ്മിലുള്ള ബന്ധം ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two identical bodies are made of a material for which the heat capacity increases with temperature. Temperature കൂടുമ്പോൾ heat capacity കൂടും. One of these is at 100 degrees Celsius while the other is at 0 degrees Celsius. If the two bodies are brought into contact, then assuming no heat loss, the final common temperature is. മക്കളെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈ പോയിന്റുകളെല്ലാം ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ അല്ല ഹീറ്റ് കപ്പാസിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചറിനനുസരിച്ച് ഹീറ്റ് കപ്പാസിറ്റി കൂടും. അപ്പോൾ നോക്ക്
ഇവരങ്ങ് മുട്ടിക്കണ സമയത്ത് ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകും. ഇതിൽ രണ്ടും ഐഡന്റിക്കൽ ബോഡീസ് ആണ്, സ്പെസിഫിക് കപ്പാസിറ്റി ഒക്കെ സെയിം ഒക്കെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇയാളുടെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തല്ല, സെയിം അല്ല. ടെമ്പറേച്ചർ കൂടുതലുള്ള ആൾക്ക് നല്ല സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടാകും, ടെമ്പറേച്ചർ കുറവുള്ള ആൾക്ക് സ്പെസിഫിക് കപ്പാസിറ്റി കുറവായിരിക്കും. ഇവിടെ നന്നായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ, ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഓക്കെ, ഇവരെ കോമൺ ടെമ്പറേച്ചർ വരിക 50 ഡിഗ്രിയാണ് വരിക, സംശയമല്ല. പക്ഷേ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നതുകൊണ്ട് മക്കൾ ആലോചിക്കണം, ഈ 100 ഡിഗ്രിയിലുള്ള ഈ ബോഡിയുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അങ്ങനെ പറഞ്ഞാൽ ഇയാളുടെ 1 ഡിഗ്രി സെൽഷ്യസ് കുറക്കാൻ നല്ലതുപോലെ ഹീറ്റ് പുറത്തു പോകണം. അപ്പോൾ ഇത് 100 ഡിഗ്രി ഉള്ളത് 99 ഡിഗ്രി ആവാൻ നല്ലതുപോലെ ഹീറ്റ് എന്ത് ചെയ്യണം, പുറത്തേക്ക് പോയാലേ 1 ഡിഗ്രി കുറയുള്ളൂ. എന്നാൽ ഇത് 0 ഡിഗ്രി ആയതുകൊണ്ട് ഇയാളുടെ സ്പെസിഫിക് കപ്പാസിറ്റി കുറവാ. എന്ന് പറഞ്ഞാൽ എന്താ, ഇയാൾക്ക് കുറച്ച് ഹീറ്റ് കിട്ടിയാൽ മതി, ടെമ്പറേച്ചർ നല്ലോണം കൂടും. അപ്പൊ ഇയാളുടെ ടെമ്പറേച്ചർ വേഗത്തിൽ കൂടും, ഇയാളുടെ പതുക്കെ എന്ത് ചെയ്യുള്ളൂ, കുറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുക, ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്താൽ മതി, ഇയാൾ ടെമ്പറേച്ചർ വേഗം കൂടും, ഇയാൾ ടെമ്പറേച്ചർ വളരെ പതുക്കെ എന്ത് ചെയ്യുള്ളൂ, കുറയുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ഇവരെ കോമൺ ടെമ്പറേച്ചർ 15നേക്കാളും കൂടുതലല്ലേ ചെയ്യുക. ഇയാളുടെ ടെമ്പറേച്ചർ എങ്ങനെ കുറയുന്നോ അതിനനുസരിച്ച് ഈ ടെമ്പറേച്ചർ കൂടുമായിരുന്നു. രണ്ടും സെയിം മെറ്റീരിയൽ ആണ്, രണ്ടാൾക്കും സെയിം മാസ്, എല്ലാം സെയിം, പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആണെങ്കിൽ ഇയാളുടെയും പ്രോപ്പർട്ടീസ് സെയിം ആണ്, ഇത് മാസ് സെയിം ആണ്, ഓക്കെ, പിന്നെ മെറ്റീരിയൽ സെയിം ആണ് എങ്കിൽ ഇയാൾ ടെമ്പറേച്ചർ എങ്ങനെ കുറയുന്നോ അതുപോലെ ടെമ്പറേച്ചർ കൂടുമായിരുന്നു. അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ കറക്റ്റ് ഇവരെ കോമൺ ടെമ്പറേച്ചർ 50 വരിക. എന്നാൽ ഈ കേസ് ആയതുകൊണ്ട് ഇയാളെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവും ഇയാളുടെ ഇപ്പോൾ കൂടുതലോ, അപ്പോൾ ഇയാൾ ടെമ്പറേച്ചർ പതുക്കെ കുറയുള്ളൂ, ഇയാൾ ടെമ്പറേച്ചർ വേഗം എന്തെയും കൂടും. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവുള്ള ആൾ വേഗം ചൂടാവും ചെയ്യും, വേഗം തണുക്കും ചെയ്യും. അപ്പോൾ ഇയാൾക്ക് സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ഇയാൾ പതുക്കെ എന്തെങ്കിലും തണുക്കുള്ളൂ, ഇയാൾ വേഗം എന്താവും, ചൂടാവും. അപ്പോൾ ഇവരെ കോമൺ ടെമ്പറേച്ചർ എന്തായാലും 50ന്റെ എന്തായിരിക്കും, മുകളിലായിരിക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ആൻസർ ഇസ് ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. എ പീസ് ഓഫ് ഐസ് ഫോൾസ് ഫ്രം എ ഹൈറ്റ് h. ഒരു പീസ് ഐസ്, ഈ ഒരു പീസ് ഐസ് എത്ര ഹൈറ്റ് എന്നാ ഫോളോ ചെയ്യുന്നത്, h ഹൈറ്റിന് താഴേക്ക് ഫോളോ ചെയ്യാണ്. സോ ദാറ്റ് ഇറ്റ് മെൽറ്റ്സ് കംപ്ലീറ്റ്ലി, ഇത് ഇവിടുന്ന് എടുത്തുമ്പോഴേക്കും മെൽറ്റ് ആവും. ഓൺലി 1/4 ഓഫ് ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ഐസ്. ഈ പിന്നെ and all energy of ice gets converted into heat during its fall. Okay, അപ്പോൾ ഈ ഐസ് താഴേക്ക് വീഴുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് എനർജിയും എന്തായിട്ട് മാറും, ഹീറ്റായിട്ട് മാറും. എന്നാൽ ആ ഹീറ്റിൽ 1/4 മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഐസ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഈ ഐസിനെ ഉരുക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിൽ 1/4 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഐസ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഐസ് അബ്സോർബ് ചെയ്ത ഹീറ്റ് എത്ര, ഐസ് എടുത്ത ഹീറ്റ് എത്ര, ഐസ് വലിച്ചെടുത്ത ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ടോട്ടൽ എനർജി എത്ര, mgh. ആ mgh കംപ്ലീറ്റും എന്താക്കി മാറ്റുന്നുണ്ട്, ഹീറ്റാക്കി മാറ്റുന്നുണ്ട്. ആ ഹീറ്റ് ഫുൾ ഇയാൾ വലിച്ചെടുക്കൂല, അതിന്റെ 1/4 വലിച്ചെടുക്കുന്നുള്ളൂ. അപ്പൊ mghന്റെ 1/4 പാർട്ട് എന്ത് ചെയ്തുള്ളൂ, ഈ ഐസ് വലിച്ചെടുത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ചോദിച്ചത് എന്താ, വാല്യൂ ഓഫ് h ആണ് ചോദിച്ചത്. ഇവിടെ ഈ ഐസ് കംപ്ലീറ്റ് എന്തായി മാറി, മെൽറ്റായി എന്ന് പറഞ്ഞു. ആ മക്കൾ മനസ്സിലാക്കേണ്ടത് കംപ്ലീറ്റ് മെൽറ്റായി, ഐസിന്റെ മാസ് m എന്ന് വിചാരിക്കുക. ഈ ഐസ് കംപ്ലീറ്റ് മെൽറ്റ് ആവാൻ ആവശ്യമായ ഹീറ്റ് Q is equal to MLF അല്ലേ, തീർച്ചയായിട്ടും MLF ആണ്. സോ നമുക്ക് പറയാം MLF ആണ് ഐസ് കംപ്ലീറ്റ് ആയി മെൽറ്റ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ്. ഈ ഐസ് വലിച്ചെടുത്ത ഹീറ്റ് ഇതാണ്. ഓക്കെ, അപ്പൊ ഈ ഹീറ്റ് ഉപയോഗിച്ചാണ് ഐസ് എന്താവുന്നത്, കംപ്ലീറ്റ് ആയി മെൽറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, MLF is equal to mgh/4 എന്നെഴുതാം. എമ്മും ക്യാൻസൽ ആകും, h ആണ് കാണാൻ പറഞ്ഞത്. h എന്താ, 4LF/g എന്നുണ്ടാകും. 4 into LF എത്ര, LFന്റെ വാല്യൂ 3.4 into 10⁵ ആണ്, ഡിവൈഡഡ് ബൈ g 10 ആണ്. സോ കട്ട് 4 ആകും. സോ ആൻസർ ഈസ് 4 into 3.4 10⁴ ഉണ്ടാകും. സോ 4 into 3.4 into 10⁴. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ എഴുതാം, 34 into 4, 4 into 34 into 10⁵. ദാറ്റ് ഈസ് ഈക്വൽ ടു 16, റിമൈൻഡർ 1, 12 1 13, 136
ഇൻറ്റു 10⁻³ മീറ്റർ ഉണ്ടാകും. അത് നമുക്ക് എങ്ങനെ എഴുതാം? 136 കിലോമീറ്റർ എന്നെഴുതാം. ദാറ്റ്സ് എ ഫൈനൽ ആൻസർ. സോ ഹിയർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 136 കിലോമീറ്റർ ഹൈറ്റിൽ നിന്ന് ഈ ഒരു ഐസ് എന്ത് ചെയ്യണം? താഴേക്ക് വീഴണം. ഓക്കെ, ത്രൂ ഔട്ട് ഇറ്റ്സ് മോഷൻ ജി ഈസ് ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ്. അപ്പം മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി. നെക്സ്റ്റ്, steam at 100 degree is passed into 20 gram of water. Okay, 100 the steam ആണ് വിചാരിക്കുക. ഓക്കെ, സ്റ്റീമിൻ്റെ മാസ് MS ആയിക്കോട്ടെ. ഓക്കെ, MS മാസ്സുള്ള സ്റ്റീം 100 ഡിഗ്രിയുള്ള ഈ സ്റ്റീം എങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ്? 20 ഗ്രാം വാട്ടറിലേക്ക് പാസ് ചെയ്യാണ്. 20 ഗ്രാം വാട്ടറിലേക്ക് പാസ് ചെയ്യാണ്. ഓക്കെ, അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്. ഇയാൾ 10 ഡിഗ്രി സെൽഷ്യസിലാണ്. ആയിക്കോട്ടെ. When water acquires a temperature of 80 degree Celsius, ഈ വാട്ടറിന് എന്ത് ചെയ്യാണ്? 10 ഡിഗ്രിയിൽ നിന്ന് 80 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ അക്വയർ ചെയ്യാണ്. എവിടുന്ന്? ഈ സ്റ്റീം ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകും, ടെമ്പറേച്ചർ കൂടും. ഓക്കെ, കൂടി. ദ മാസ് ഓഫ് വാട്ടർ പ്രസന്റ് വിൽ ബി. അങ്ങനെയാണെങ്കിൽ ഫൈനലി ഇതിൽ എത്ര വെള്ളം ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ സ്റ്റീം അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്റ്റീമിൽ നിന്ന് ടെമ്പറേച്ചർ വാട്ടറിലേക്ക് പോകുമ്പോൾ സ്റ്റീം ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് സ്റ്റീം ലിക്വിഡ് ആയിട്ട് ആ ലിക്വിഡ് ഇതിൻ്റെ കൂടെ കൂടിയിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ മാസം എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കട. ഈ സ്റ്റീം എന്തൊക്കെ ചെയ്യണം? ഈ സ്റ്റീം ആദ്യം 100 ഡിഗ്രിയുള്ള എന്താകണം? വാട്ടർ ആകണം ആദ്യം. അതിന് എത്ര ഹീറ്റ് ആവശ്യമുണ്ട്? അതിനാവശ്യമായ ഹീറ്റാണ് Q1 is equal to MLF. M ഇവിടെ S ഉപയോഗിക്കുക, MSLF. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 100 ഡിഗ്രിയുള്ള ഈ വാട്ടറിനെ 100 ഡിഗ്രിയുള്ള വാട്ടറിനെ എത്രയിലേക്ക് എത്തണം? അവസാനം 80ക്ക് എത്തണം. ഓക്കെ, സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ എന്താകണം? 80 ഡിഗ്രി. അപ്പോൾ 80 ഡിഗ്രിയുള്ള എന്താകണം? വാട്ടർ ആകണം. അതിനാവശ്യമായ ഹീറ്റ് Q2 ആയിക്കോട്ടെ. അത് ഉപയോഗിക്കുക ഇക്വേഷൻ MS ∆T എന്നുള്ള ഇക്വേഷൻ. MS കൊടുത്തോ, മാസ് ഓഫ് സ്റ്റീം ആയിക്കോട്ടെ. അപ്പോൾ ടോട്ടലി ഈ സ്റ്റീം എടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന് കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് ഗിവൺ ബൈ ദ സ്റ്റീം ടു വാട്ടർ Q സ്റ്റീം ആയിക്കോട്ടെ, ഗിവൺ ബൈ സ്റ്റീം ആയിക്കോട്ടെ. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇത് പ്ലസ് ഇത് എന്താ? MSLF പ്ലസ് MS ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ∆T ദാറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, നമുക്ക് എന്ത് വേണം? ലിസൺ, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് സ്റ്റീം എത്ര? 540. മാസ് എത്രയായിരുന്നു? മാസ് നമുക്ക് അറിയില്ല, മാസ് ഓഫ് സ്റ്റീം നമുക്ക് കാണേണ്ടത്. സോ ഒന്ന് കാര്യം ചെയ്യും, MS പുറത്തേക്ക് എടുക്കാൻ പോവാണ്. MS പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ MS ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് LF? LF 540 ആണ്. സോ 540 തന്നെ കൊടുക്കുക. 540 തന്നെ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ 540 പ്ലസ് പിന്നെ S ഇൻറ്റു ∆T, കാരണം MS ഒന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ S ഇൻറ്റു ∆T. S എത്ര? സ്പെസിഫിക് കപ്പാസിറ്റി 1 ആണ്. സോ 1 ഇൻറ്റു ഓക്കെ ∆T ഈസ് ടെമ്പറേച്ചർ ചേഞ്ച്. നമുക്കറിയാം എത്ര? സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് എത്ര? 100 80ലേക്കാണ്. അപ്പോൾ എത്ര? 20. സോ 20 കൊടുക്കുന്നു. 20 ഈസ് ഈക്വൽ ടു MS ഇൻറ്റു 20യും 540യും കൂടി 560 ആയിട്ട് മാറും. എത്ര? 560. സോ 560. ഇതാണ് എന്ത്? ഈ കിട്ടിയതാണ് എന്ത്? നമ്മുടെ സ്റ്റീം വെള്ളത്തിന് കൊടുത്ത ഹീറ്റ്. ഇനി വെള്ളം എത്ര ഹീറ്റിനെ അബ്സോർബ് ചെയ്തു? വെള്ളത്തിൻ്റെ മാസ് ഇൻറ്റു വെള്ളത്തിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഇൻറ്റു എന്താണ്? ഓക്കെ, വെള്ളത്തിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഇൻറ്റു എന്താണ്? പിന്നെ ടെമ്പറേച്ചർ ചേഞ്ച് എടുക്കണ്ടേ. അപ്പോൾ എന്താണ് മക്കളെ നോക്ക്? Q വാട്ടർ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ മാസ് ഓഫ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ∆T ആണ് വരിക. ഇസ് ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ എത്ര? മാസ് ഓഫ് വാട്ടർ 20 grams. സോ 20 by 1000 കിലോഗ്രാമിലേക്ക് മാറ്റി ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് 1 ആണ്. സോ 1 ഇൻറ്റു മാസ് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റേണ്ട. കാരണം എന്താ അറിയോ? ലിസൺ, കാരണം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കലോറി പെർ ഗ്രാമിലെടുക്കുന്നത്. അതുകൊണ്ട് മാസ് ഗ്രാം തന്നെ വെച്ചാൽ മതി. 20 ഇൻറ്റു 20 സ്പെസിഫിക് കപ്പാസിറ്റി വാട്ടർ ഈസ് 1 എടുക്കുക. 1 ഇൻറ്റു
ടെമ്പറേച്ചർ ചേഞ്ച് ഈസ് 10 to 80 ഈസ് ദാറ്റ് ഈസ് 70. ഓക്കെ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2 7 14 2 0 സോ 1400 ഉണ്ടാവും. ഈ രണ്ട് സംഭവം എന്താ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എം എസ് ഇവിടുന്ന് കാണാം. 2 ഹീറ്റ് ചെയ്ത് പിന്നെ ഈ സ്റ്റീം കൊടുത്ത ഹീറ്റാണല്ലോ ഇയാൾക്ക് കിട്ടുക. അത് ഇയാൾക്ക് കിട്ടിയ ഹീറ്റാണ്, സ്റ്റീം കൊടുത്ത ഹീറ്റാണിത്. അപ്പോൾ എന്താ എന്നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മക്കൾ എന്താ വരിക പറ, എം എസ് ഇൻറ്റു 560 ഈസ് ഈക്വൽ ടു 1400 ഉണ്ടാകും. സോ ഫ്രം ഹിയർ എം എസ് ഇസ് ഈക്വൽ ടു എന്താ വരിക 1400/560 ഉണ്ടാകും. സോ 140 എത്ര 56 ഉണ്ട്. എന്തായാലും 140 356 എന്തായാലും ഇല്ല, 2 എന്തായാലും ഉണ്ട്. ഓക്കെ, 2ൻ്റെയും അതുപോലെ തന്നെ എന്താണ് 3ൻ്റെയും ഇടയിലാണ് നമ്മളുടെ ആൻസർ ഉണ്ടാവുക അല്ലേ. സോ അപ്പോൾ ഇത് 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു 2 point something എടുത്തോ. അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താ പറയുക, നമ്മൾ ചോദിച്ചത് ഈ ബീക്കറിൽ ഇനി എത്ര വെള്ളം ഉണ്ടാവും എന്നുള്ള. അപ്പോൾ ഈ ബീക്കറിലേക്ക് എത്ര സ്റ്റീം വെള്ളമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടി. ഇത്രയും സ്റ്റീം 2 point something gram സ്റ്റീം ഇതിലേക്ക് വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. ഓൾറെഡി ഇതിൽ 20 gram വെള്ളമുണ്ട്. ആ 20 ഗ്രാമും ആ 2 point something അപ്പോൾ എത്ര ഉണ്ടാവും 22 point something gram ഉണ്ടാവും. ഇതിലിപ്പോൾ വെള്ളം, മാസ് ഓഫ് വാട്ടർ. സോ മാസ് ഓഫ് വാട്ടർ ഹിയർ വിൽ ബി 22 point. ആൻസർ ഈസ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ, 20.5 grams. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്, ശ്രദ്ധിക്കാം. The power radiated by a black body is P. ഒരു ബ്ലാക്ക് ബോഡി റേഡിയേറ്റ് ചെയ്യുന്ന പവർ ആണ് P. P പറഞ്ഞാൽ ശരിക്കും h/t ആട്ടോ. h/t നെ പവർ എന്ന് വിളിക്കുക. ഓക്കെ, ആൻഡ് ഇറ്റ് റേഡിയേറ്റ്സ് മാക്സിമം എനർജി അറ്റ് വേവ് ലെങ്ത് λ0. അപ്പോൾ λ0 വേവ് ലെങ്ത്തിലാണ് ഇതെന്ത് ചെയ്യുക, മാക്സിമം എനർജി എന്ത് ചെയ്യുക, റേഡിയേറ്റ് ചെയ്യുക. ഓക്കെ, if the temperature of the black body is now changed so that it radiates maximum energy at wavelength. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ അടുത്ത കേസിൽ മാറ്റി. അപ്പോൾ ഇത് ടെമ്പറേച്ചർ T1 ആയിക്കോട്ടെ, ഇത് ടെമ്പറേച്ചർ T2 ആയിക്കോട്ടെ. അപ്പോൾ ഇവിടുന്ന് എന്താ റേഡിയേറ്റ് ചെയ്യുന്ന മാക്സിമം എനർജി റേഡിയേറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് എത്രയാണ്, 3/4 λ0 ആണ്. ഓക്കെ, നൗ ദ പവർ റേഡിയേറ്റഡ് ബൈ ഇറ്റ് ബിക്കംസ് NP. അപ്പോൾ ഈ സമയത്ത് ഇത് റേഡിയേറ്റ് ചെയ്യുന്ന പവർ എത്രയാണ്, NP ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് N ഈസ്, ഇവിടെ നിങ്ങൾ Nൻ്റെ വാല്യൂ കാണണം. ഓക്കെ, സോ മക്കളോട് ശ്രദ്ധിക്കടാ. അപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും, എച്ച് തെർമൽ റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി പെർ സെക്കൻഡ്, എച്ച് അല്ലെങ്കിൽ പവർ. ഓക്കെ, പവർ h/t ആണ്. നമുക്കറിയാം എച്ചിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു മക്കളെ, എച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ A T⁴ അല്ലായിരുന്നോ നമ്മൾ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ എ ഒക്കെ കോൺസ്റ്റൻസ് ആക്കി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സിഗ്മയും ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് പ്രപ്പോർഷണൽ ടു T⁴ ആണ്. എച്ച് പ്രപ്പോർഷണൽ ടു T⁴ ടെമ്പറേച്ചറിന്റെ 4th പവറിന് പ്രപ്പോർഷണലാണ്. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാക്സിമം വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹീറ്റ് റേഡിയേറ്റഡ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാം, സോറി ഇവിടെ h/t എന്നാണ് കൊടുത്തത് അല്ലേ, h/t അല്ല, പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും എച്ച് ആട്ടോ. ഓക്കെ, അപ്പോൾ എച്ച് ഇവിടുന്ന് എന്ത് പറയാം, എച്ച് ഈ പവർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെക്കൻഡിൽ പുറത്ത് വിടുന്ന റേഡിയേഷൻ ആണ്. അതാണ് എച്ച് എന്ന് പറഞ്ഞാൽ Q/t ആണ്. ഓക്കെ, ദാറ്റ് ഈസ് Q/t, h/t അല്ല Q/t ആണ്. ഓക്കെ, അപ്പോൾ നോക്ക് എച്ച് ഈസ് പ്രപ്പോർഷണൽ ടു T എന്ന് പറഞ്ഞാൽ എന്താണ്, 1/λm ഇൻവേഴ്സ്ലി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. സോ T⁴ അപ്പം എന്തായിരിക്കും, λm⁴ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പം എച്ച് പ്രപ്പോർഷണൽ ടു T⁴ ആണെങ്കിൽ എച്ച് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു λm⁴ എന്ന് വേണമെങ്കിലും എഴുതിക്കൂടെ, തീർച്ചയായിട്ടും ഇത് നമുക്ക് ഈ റിലേഷൻ പിടിക്കാം. ആ റിലേഷൻ പിടിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്കടാ, ഒന്നാമത്തെ കേസിൽ നമുക്ക് പറയാൻ പറ്റും പവർ, എച്ചിന് പകരം പവർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/λ0⁴ ആയിരിക്കും. സെക്കൻഡ് കേസിൽ പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ്, 1/3/4 λ0⁴ ആയിരിക്കും. നമുക്ക് വേണ്ടത് Nൻ്റെ വാല്യൂ ആണ്. അതിനുവേണ്ടി ഇത് ബൈ ഇത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ NP/P ചെയ്യുമ്പോൾ N വരും. ഇസ് ഈക്വൽ ടു കൊടുക്കാം, പ്രപ്പോർഷണാലിറ്റി മാറി നമുക്ക് ഈക്വൽ ടു കൊടുക്കാം, നോ ഇഷ്യൂസ്. അപ്പോൾ എന്താ വരിക, 1/ ഈ സാധനം ഏത് 1/3/4 λ0⁴/1/λ0⁴ ഇത് കട്ടാവും, λ0 കട്ടാവും. സോ ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മക്കളെ, 1/3/4 അത് തിരിഞ്ഞു വരും. അപ്പോൾ 4/3 എന്നുണ്ടാകും.
അങ്ങനെ പറയുമ്പോൾ മക്കളെ നോക്ക് 4/4 പറഞ്ഞാൽ എന്താ 4/4 4 into 4 into 4 into 4 4 into 4 16 16 into 16 ഉണ്ടാവും 256 by 3 into 3 into 3 into 3 9981 so 256 by 81 is the right answer so ഇതാണെന്ത് C ആണെന്ത് right answer clear yes നല്ല ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പവർ റേഡിയേറ്റഡ് എന്ന് പറഞ്ഞ സാധനം എന്താണ് H ആണ് ആ H അല്ലെങ്കിൽ പവർ T⁴ ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് അപ്പോൾ അത് 1/λm ന് all⁴ എന്താ ഇൻവേഴ്സ് മീൻസ് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം ടിയും ലാംഡയും തമ്മിലുള്ള ബന്ധം എങ്ങനെ നോക്കുക അപ്പോൾ എച്ചും ടിയും തമ്മിൽ ഡയറക്ട്ലി ആണ് ടിയും ലാംഡയും തമ്മിൽ ഇൻവേഴ്സ്ലി ആണ് അപ്പോൾ എച്ചും ലാംഡയും തമ്മിൽ ഇൻവേഴ്സ്ലി എന്നുള്ള കാര്യം മനസ്സിലാക്കുക എച്ച് ആണ് പി എന്ന് പറഞ്ഞ സാധനം അത് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് Two rods A and B of different materials are welded together as shown in figure. Their thermal conductivities are K1 and K2. The thermal conductivity of the composite rod will be. എടാ മക്കളെ ഒരു കോമ്പോസിറ്റ് റോഡിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ പാരലൽ കോമ്പിനേഷനിൽ K1 + K2/2 തിയറി ലെവലിൽ പഠിച്ചതാ ഡയറക്റ്റ് ആണല്ലേ The internal energy change in a system that has absorbed 2 kilocalories of heat. So delta Q is equal to 2 kilo means 2 into 1000 calories. That is 2000 into 4.2 joules in the and done 500 joules of work. So work done is equal to etra 500 ജൂൾ അങ്ങനെയാണെങ്കിൽ എന്താ കാണാൻ പറഞ്ഞത് ഇന്റേണൽ എനർജി ചേഞ്ച് കാണണം അപ്പോൾ എന്താ ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ യു എന്താണ് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു വരും അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു അത് എത്ര ഉണ്ടാവും 200 into 42 എന്ന് എഴുതാം 200 into 42 ജൂൾസ് 242 84 ആണ് സോ 84ഉം 20 മൈനസ് 84 20 മൈനസ് 500 ഉണ്ടാവും 84 20 മൈനസ് 500 എന്ന് പറഞ്ഞാൽ 7900 ഉണ്ടാവും സോ ആൻസർ ഈസ് 7900 ജൂൾസ് സോ സി ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് വർക്ക് ആണോ പഠിച്ചതാണ് കൺസർവേഷൻ ഓഫ് എനർജി സോ ആൻസർ ഈസ് conservation of energy okay if Cp and Cv denotes the specific heat capacity per unit mass of an ideal gas അപ്പം Cp എന്ന് പറഞ്ഞാൽ ഇതെന്താ specific heat capacity at per unit mass ആണ് ഒരു സി പി കൊണ്ട് ഉദ്ദേശിച്ചത് സി വി കൊണ്ട് അത് കോൺസ്റ്റന്റ് പ്രഷറും ഇത് കോൺസ്റ്റന്റ് വോളിയം ആണ് ഓക്കെ സി പി സി വിയും ഫൈൻ ശരിക്കും നമ്മളെ സി പി പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഉണ്ടാവേണ്ടത് ഓക്കെ സോ ഇവിടെ തന്നിട്ടുണ്ട് ഇത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് നമ്മൾ ശരിക്കും എസ് വെച്ചാൽ കാണിക്കുക എസ് പറഞ്ഞാൽ എന്തായിരുന്നു ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി ഇതാണ് ശരിക്കും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് സ്പെസിഫിക് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ലിസൺ അപ്പോൾ ഇവിടെ തന്നത് സി പി നമ്മളെ ശരിക്കും എസ് ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ചോദിച്ചത് എന്താ അറിയോ മോളിക്കുലർ മാസ് ക്യാപിറ്റൽ എം ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇത് അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് ആണ് സി പിയും സി വിയും അത് കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് വോളിയത്തിലും അങ്ങനെയാണെങ്കിൽ താഴെ തന്ന മേയേഴ്സ് റിലേഷൻ പ്രകാരം ഏത് റിലേഷനാണ് കൃത്യമാവുക കറക്റ്റ് ആവുക എന്നാണ് ശരിക്കും മേയേഴ്സ് റിലേഷൻ പ്രകാരം സി പി മൈനസ് സി വി എന്താണ് 6 ആകണം പക്ഷെ അവിടെ ഉത്തരം അതല്ല ബി അല്ല വരിക അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ തന്ന സാധനം ശരിക്കും ഈ സി പി എന്ന് പറഞ്ഞ സാധനം ശരിക്കും അത് എസ് പി ആണ് ഈ സാധനം ശരിക്കും എസ് വി ആണ് ഓക്കെ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അത് കോൺസ്റ്റന്റ് പ്രഷറും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒരു കോൺസ്റ്റന്റ് വോളിയം അങ്ങ് തന്നെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പെർ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതെങ്ങനെ മൂവ് ചെയ്യാം നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എസ് ഇസ് ഈക്വൽ ടു ഓക്കെ എസ് അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ സി പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എന്താണ് എം ഡെൽറ്റ ടി ആണ്
മക്കളെ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് നമുക്ക് എങ്ങനെ എഴുതാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് എഴുതാം. ഇവിടുത്തെ മോളാർ മാസ് ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്മോൾ എമ്മിനെ എങ്ങനെ എഴുതാൻ പോവാണ്? എൻ ക്യാപിറ്റൽ എം എന്ന് എഴുതാൻ പോവാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡെൽറ്റ ക്യൂ ബൈ ഈ സ്മോൾ എമ്മിനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു മോളാർ മാസ് ഇൻറ്റു ഡെൽറ്റ ക്യൂ എന്ന് എഴുതി. അപ്പോൾ ഈ കാണുന്ന സാധനം എന്താണ്? ഇതെന്താ സാധനം? സോറി, അതല്ല ഇതിങ്ങനെ എഴുതാം. 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ n ഡെൽറ്റ ടി എന്നെഴുതിയാൽ ഈ സാധനം എന്തായി? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയി. അപ്പം നമുക്ക് തന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി പി ആണ്. ഈ സി പി എന്ന് പറഞ്ഞ സാധനം ഈ സി പി ആണ്. ഇതാണ് നമ്മളുടെ യഥാർത്ഥ സി പി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മേയേഴ്സ് റിലേഷനിലെ സി പി. മേയേഴ്സ് റിലേഷനിലെ സി പി എന്താ? എം ഇൻറ്റു തന്ന സി പി ആണ്. അപ്പോൾ എന്ത് എഴുതാം? അപ്പോൾ ശരിക്കും മേയേഴ്സ് റിലേഷനിലെ സി പി ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി ആണല്ലോ. യഥാർത്ഥ സി പി എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പം ഇതാണ് ശരിക്കും നമ്മളുടെ എന്ത് മേയേഴ്സ് റിലേഷനിൽ കൊടുക്കുന്ന സി പി, അല്ലെങ്കിൽ ശരിക്കുള്ള സി പി ഇതാണ്. അപ്പോൾ ഇവിടെ തന്ന സി പി എന്ന് പറഞ്ഞത് ശരിക്കും ഈ എസ് ആയിരുന്നു. അപ്പോൾ ശരിക്കും ക്യാപിറ്റൽ എം ഇൻറ്റു തന്ന സി പി ആണ് യഥാർത്ഥ സി പി. അപ്പോൾ മേയേഴ്സ് റിലേഷൻ പ്രകാരം യഥാർത്ഥ സി പി മൈനസ് സി പി എന്താ? 6 ആണ്. അപ്പോൾ തന്ന സി പിയിലേക്ക് ഇവനെ മാറ്റുമ്പോൾ എന്താണ് യഥാർത്ഥ സി പി? അതായത് ഈ സി പി എന്ന് പറഞ്ഞ് എം ഇൻറ്റു തന്ന സി പി ആണ്. സോ നമുക്ക് എഴുതാം എം ഇൻറ്റു സി പി മൈനസ് എം ഇൻറ്റു സി വി is equal to 6 എന്ന് എഴുതാം. എം പുറത്തേക്ക് എടുത്തിട്ട് അങ്ങോട്ടേക്ക് തള്ളുമ്പോൾ എന്താ? സി പി മൈനസ് സി വി is equal to R by M എന്ന് വരും. ക്ലിയർ? റെഡി? ഓക്കെ. സോ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചാലും മതി. സി പി അതായത് ശരിക്കുള്ള സി പി എന്ന് പറയുന്നത് മോളാർ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ആണ്. അതായത് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഇവിടെ തന്ന സി പി എന്ന് പറഞ്ഞ് ഈ എസ് പിക്ക് പകരക്കാരനാണ്. ഇവിടെ തന്ന സി വിക്ക് പകരം ഈ എസ് വിക്ക് പകരക്കാരൻ. അതായത് സി വി is equal to എന്ത് എഴുതാം? അപ്പം എം ഇൻറ്റു എസ് വി എന്ന് എഴുതാം. ഓക്കെ, ഇവരെ വെച്ചാണ് നിങ്ങൾ മേയേഴ്സ് റിലേഷൻ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഈ എസ് പിക്ക് ഈ എസ് വിക്ക് പകരം അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇത് സി പി ആണ്, ഇത് സി വി ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ശരിക്കുള്ള സി പി കാണണമെങ്കിൽ നിങ്ങൾക്ക് തന്ന സി പിനെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിക്കുള്ള സി വി കാണണമെങ്കിൽ തന്ന സി വിനെ എന്ത് ചെയ്യണം? എം. അപ്പോൾ നേരെ കൊടുക്കുക, ഇതിൽ കൊടുക്കുക, സംഭവം ആൻസർ ചെയ്താൽ. സോ ആൻസർ ഈസ് സി പി മൈനസ് സി വി സി ബൈ എം. ആൻസർ ഈസ് സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് റൈറ്റ് ആൻസർ. റെഡി, സെറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 mole of an ideal gas requires 1 mole of an ideal gas requires 207 joule. So 207 joule heat to rise the temperature by 10 Kelvin. Okay, ഒരു മോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 10 കെൽവിൻ റൈസ് ചെയ്യാൻ 207 ജൂൾ ഹീറ്റ് ആവശ്യമുണ്ട്. When heated at a constant pressure constant ആയിരിക്കുന്ന സമയത്ത്, if the same gas is heated at a constant volume to rise the temperature by the same, okay, അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇയാളെ ഇതേപോലെ ചൂടാക്കാൻ, ഓക്കെ, 10 കെൽവിൻ റൈസ് ചെയ്യാൻ, ഓക്കെ, ബൈ സെയിം ടെമ്പറേച്ചർ ദ ഹീറ്റ് റിക്വയർഡ് ഈസ്. സോ ഇവിടെ നമ്മൾ ഹീറ്റ് കാണണം. എന്ത് കാണണം? ഡെൽറ്റ ക്യൂ ഡാഷ് ഫൈൻഡ് ചെയ്യണം. സോ മക്കളെ ഇത്ര എന്താണ് ക്വസ്റ്റ്യൻ? ഒരു മോൾ ഗ്യാസ് ഉണ്ട്, അതിന് ടെമ്പറേച്ചർ 10 കെൽവിൻ റൈസ് ചെയ്യണം അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ. അതിന് എത്ര ജൂൾ ഹീറ്റ് വേണം? 207 ജൂൾ ഹീറ്റ് വേണം. നൗ ഇതേ പിന്നെ 1 മോൾ ഗ്യാസിനെ 10 കെൽവിൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യിക്കാൻ എപ്പം കോൺസ്റ്റന്റ് വോളിയത്തിൽ എത്ര ഹീറ്റ് വേണം എന്നതാണ് ക്വസ്റ്റ്യൻ. സോ മക്കളെ ഇവിടെ ഞാൻ സി പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി എന്ന ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ സി പി വാല്യൂ കാണാൻ പോവാണ്. സി പി is equal ഡെൽറ്റ ക്യൂ ഈസ് 207, n is 1, delta t is 10, so here answer will be 20.7. Okay, യൂണിറ്റ് അവിടെ നിൽക്കട്ടെ. ഓക്കെ, SI യൂണിറ്റ് അല്ലേ നമ്മളെടുത്ത്, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് ഇനി സി വി കാണാൻ പോവാം. വാട്ട് ഈസ് സി വി? സി വി കാണാൻ വേണ്ടി ഞാൻ ലിസൺ, അത് കോൺസ്റ്റന്റ് വോളിയാണ്, അത് കാണണമെങ്കിൽ. സോ അതിലേക്ക് പോകുന്ന മേയേഴ്സ് റിലേഷൻ സി പി മൈനസ് സി വി is equal to ആർ എന്ന ഇക്വേഷനിൽ സി വി is equal to സി പി മൈനസ് ആർ എന്ന ഇക്വേഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു
20.7 minus 8.3 that is equal to 7 ന്ന് 3 പോയാൽ 4 ആണ് 4 പോയിന്റ് 10 ന്ന് 8 പോയാൽ 2 ആണ് പിന്നെ ഒരു 1 റിമൈൻ ചെയ്യും സോ 12.4 അപ്പോൾ 12.4 ആണ് എന്തിൻ്റെ വാല്യൂ സി വിൻ്റെ വാല്യൂ എന്ന് കിട്ടി ഓക്കെ ഇനി നമുക്ക് എന്ത് കാണടാ സി വിൻ്റെ വാല്യൂ ഇപ്പം നമുക്ക് കിട്ടി സി വിൻ്റെ വാല്യൂ കിട്ടിയത് കൊണ്ട് ശ്രദ്ധിക്കാം സി വിൻ്റെ വാല്യൂ കിട്ടിയത് കൊണ്ട് ഞാൻ അടുത്ത കേസിൽ സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡാഷ് അവിടെ ആവശ്യമായ ഹീറ്റ് ഡെൽറ്റ ക്യൂ ഡാഷ് ഡിവൈഡ് ബൈ എൻ ഡെൽറ്റ ടി എന്നെഴുതി ഇപ്പം വാട്ട് ഈസ് ഡെൽറ്റ ക്യൂ ഡാഷ് ഡെൽറ്റ ക്യൂ ഡാഷ് ഈ കേസിലെ ഹീറ്റ് അല്ലേ ഒരു ചോദിച്ചത് ഡെൽറ്റ ക്യൂ ഡാഷ് അല്ലേ ചോദിച്ചത് ദാറ്റ് ഈസ് ഈക്വൽ ടു NCV delta T is the expression that is equal to N is 1, CV is 12.4 and delta T is 10. Answer is 124 joules is required. So our answer is 124 joules. D is the right answer. Okay. Next question. A cylinder contains hydrogen gas. ഒരു സിലിണ്ടറിൽ എന്തുണ്ടടാ hydrogen gas ഉണ്ട് hydrogen gas at pressure of 249 kilopascal ഇവിടുത്തെ പ്രഷർ എത്രയാണ് 249 into 10 raised to 3 പാസ്കൽ കിലോ പാസ്കലിനെ മാറ്റി എഴുതി and temperature here at 27 degrees Celsius Kelvin പറഞ്ഞ 300 Kelvin its density is so we want to find the density of this gas ഡെൻസിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യണം ഓക്കെ ഡെൻസിറ്റി കാണണം സോ മക്കളെ ഡെൻസിറ്റി കാണാൻ വേണ്ടി ഇവിടെ നോക്കടാ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന ഇക്വേഷൻ ഞാൻ ചൂസ് ചെയ്യാം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈ ഇക്വേഷനിൽ പി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി എന്ന് എഴുതി കൂടെ എഴുതാം എൻ എന്താ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് അത് എങ്ങനെ കാണാം ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻ ടു ആർ ഉണ്ട് ടി ഉണ്ട് ബൈ വി ഉണ്ട് മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക ഡെൻസിറ്റിയാണ് കിട്ടുക സോ പി ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ബൈ മോളാർ മാസ് ഇൻ ടു ആർ ടി എന്ന് ചെയ്യാം സോ യു വാണ്ട് ടു ഫൈൻഡ് ഡെൻസിറ്റി ഡെൻസിറ്റി എങ്ങനെയൊക്കെയാണ് റോ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എം ബൈ ആർ ടി ഇസ് ദ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര മക്കളെ പ്രഷർ 249 into 10 raised to 3 എത്ര മക്കളെ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് 2 എന്ത് ഗ്രാമാ 2 ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ താഴെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു ഈ ഗ്രാം കിലോഗ്രാം ആക്കി നെക്സ്റ്റ് 6 പറഞ്ഞാൽ എന്താ 8.3 ആണ് സോ 8.3 ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 300 കെൽവിനിലേ ഉപയോഗിക്കാവൂ സോ 300 ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദാ ഇത് പോയി ആൻസറിലേക്ക് ഒരു നോട്ടം വേണേ ഓക്കെ സോ ഇനി ബാക്കിയുള്ളത് മുകളിൽ 249 ഇൻറ്റു 2 ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കാര്യം ചെയ്യാം ഈ 2ഉം ഈ 249ഉം കൂടെ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ചെയ്യാം അല്ലെങ്കിൽ കാര്യം ചെയ്യാം 300 200 ഇത് നമുക്കൊരു 2 ഇൻറ്റു 249 നമുക്ക് 500 എന്ന് എഴുതാം 500 ഡിവൈഡഡ് ബൈ വാല്യൂസ് ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ കുഴപ്പമില്ല അപ്പം അത് എഴുതി ഇനി 8.3 ഇൻറ്റു 300 8.3 ഇൻറ്റു 300 ചെയ്യുമ്പോൾ മക്കളെ നോക്ക് 300 ഇൻറ്റു 83 ഇത് 9 3 24 യെസ് കട്ടായി പോകണ്ടല്ലോ അപ്പോൾ ഇത് ചെയ്യണ്ട അപ്പോൾ നടക്കട്ടെ ഓക്കെ 83 ഇത് ചെയ്യുമ്പോൾ 8.3 അല്ലേ അപ്പോൾ 24.9 ഉണ്ടാവും അല്ലേ ഓക്കെ സോ ആൻസർ ഇത് കട്ട് ചെയ്യണ്ട 249 ഇൻറ്റു 2 ബൈ 83 3 ചെയ്യുമ്പോൾ 24.9 8.3 ഇൻറ്റു 3 അപ്പോൾ 2 പൂജ്യം അല്ലേ 2 സ്ഥാനം മാറി വരുമ്പോൾ ഒന്ന് അപ്പോൾ 2490 എന്നുണ്ടാകും എത്ര 8.3 ഇൻറ്റു 300 അല്ലേ അപ്പോൾ 2490 ഇതും കട്ട് ചെയ്യുമ്പം ആൻസർ ഈസ് 10 താഴെ സോ ആൻസർ ഈസ് 0.2 യെസ് 2/10 ഈസ് 0.2 ഇത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ആൻസർ വരിക 0.2 B is the right answer okay so 0.2 is the right answer എല്ലാവർക്കും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു റെഡി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ in which of the following processes heat is neither absorbed nor released by a system heat absorb ചെയ്യാത്ത heat release ചെയ്യാത്ത പ്രോസസ് ഐസോകോറിക് അല്ല ഐസോതെർമൽ അല്ല
Isobaric അല്ല. Answer is adiabatic process. Okay. Next question. The volume of the volume of A ആണ്. Volume of A monoatomic gas. Monoatomic gas ആണ്. So ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. Monoatomic gas ആണ്. Monoatomic gas in the volume V varies with its temperature as shown in the graph. The ratio of work done by the gas to the heat absorbed by it when it undergoes a change of state A to state B. എന്താ ചോദിച്ചത്? Ratio of work done by the gas. ഈ ഗ്യാസ് ചെയ്യുന്ന വർക്കും to the heat absorbed by it. ആ പിന്നെ സംഭവം അബ്സോർബ് ചെയ്യുന്ന ഹീറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. ഓക്കെ അല്ലേ? ഇത് എങ്ങനെ നമ്മൾ കാണും? മക്കൾ നോക്ക്, മോണോഅറ്റോമിക് ഗ്യാസ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വർക്ക് ഡൺ കാണണം. സോ മക്കളെ, വർക്ക് ഡൺ നമ്മൾ എങ്ങനെ കാണുക? വർക്ക് ഡൺ ബൈ എ ഗ്യാസ്, അതിൻ്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ബൈ എ ഗ്യാസ് കാണാം. അതിൽ പിന്നെ മോണോറ്റോമിക് ഗ്യാസ്, വോളിയം വി, ടെമ്പറേച്ചർ ടി. സോ വിയും ടിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇത് എന്ത് പ്രോസസ് അറിയോ? ഇത് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള പ്രോസസ്സാണ്. അല്ലേ? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. സോ കോൺസ്റ്റന്റ് പ്രഷറിലുള്ള പ്രോസസ് നമുക്ക് സി പി എന്ന് എഴുതാം. വാട്ട് ഈസ് സി പി? സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എൻ ഡെൽറ്റ ടി എന്നാണ് നമ്മൾ എഴുതാം. ഓക്കെ അല്ലേ? എൻ ഡെൽറ്റ ടി നമ്മൾ എഴുതും. അപ്പോൾ സി പി നമുക്ക് കിട്ടി. ഈ സി പിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് സപ്ലൈഡ് നമുക്ക് കിട്ടും. സോ ഹീറ്റ് സപ്ലൈഡ് ഇസ് ഈക്വൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി ആണ് മക്കളെ എന്ത് വരിക? ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് വരിക. റെഡി? ഓക്കെ. അപ്പോൾ അവിടെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് കിട്ടി. അപ്പോൾ റേഷ്യോ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ടു ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ഇറ്റ്. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇതെന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. അബ്സോർബ്ഡ്. ഓക്കെ, ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇനി മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ്, വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കണം. ഈ വർക്ക് ഡൺ നമ്മൾ എങ്ങനെ കാണാം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് മൈനസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കാണും? അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നമ്മൾ എങ്ങനെ കാണാം? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കാണാൻ ലിസൺ, ഇത് ഈ ഒരു പ്രോസസ്സിൽ ഇത് ഐസോകോറിക് പ്രോസസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി എന്ന് എഴുതാമായിരുന്നു. എന്ത് പ്രോസസ് ആയിരുന്നെങ്കിൽ? ഐസോകോറിക് അല്ല, ഐസോകോറിക് ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാമായിരുന്നു. ഓക്കെ, ഐസോകോറിക് പ്രോസസ് ആയിരുന്നു എങ്കിൽ ഈ ഒരു പ്രോസസ്സ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ശരിക്കും സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി എന്ന് വരുമായിരുന്നു. അപ്പോൾ ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എങ്ങനെ എഴുതാം? സി വി ഇൻറ്റു എൻ ഡെൽറ്റ ടി എന്നെഴുതാം. സി വി ഇൻറ്റു എൻ ഡെൽറ്റ ടി എന്നെഴുതാം. അപ്പോൾ മക്കളെ, എന്താണ് ഇപ്പോൾ ഡെൽറ്റ ഡബ്ല്യു എന്താ വരിക? ഡെൽറ്റ ഡബ്ല്യു വരിക ഡെൽറ്റ ക്യൂ, അതായത് എൻ സി പി ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ യു ബിക്കംസ് എൻ സി വി ഡെൽറ്റ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഡെൽറ്റ ടി ഇൻറ്റു സി പി മൈനസ് സി വി എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്തെഴുതാം? എൻ ആർ ഡെൽറ്റ ടി എന്നെഴുതാം. ദിസ് ഈസ് നെറ്റ് വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ എൻ ആർ ഡെൽറ്റ ടി ആണ് മക്കളെ എന്ത്? വർക്ക് ഡൺ. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളുടെ നെറ്റ് വർക്ക് ഡൺ. ഓക്കെ അല്ലേ? സോ ചോദിച്ച ചോദ്യം എന്താ? അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, നമുക്ക് വേഗം ആൻസറിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പോൾ ചോദിച്ചത് ഹീറ്റ് അബ്സോർബ് റേഷ്യോ വർക്ക് ഡൺ ബൈ ഹീറ്റ് അബ്സോർബ്. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ബൈ എന്താണ്? ഡെൽറ്റ ക്യൂ ആണ് ചെയ്യാൻ ഒരു പറഞ്ഞ് അല്ലേ? ഇത് ചെയ്യുമ്പോൾ മക്കളെ ഡെൽറ്റ ഡബ്ല്യു എൻ ഡെൽറ്റ ടി ഇൻറ്റു സി പി മൈനസ് സി വി ബൈ എന്താ വരിക? എൻ സി പി ഡെൽറ്റ ടി എന്ന് വരും. സോ ഈ എന്നും ഡെൽറ്റ ടിയും കട്ട്. സി പി മൈനസ് സി വി ബൈ സി പി നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് സി വി ബൈ സി പി എന്ന് എഴുതാം. 1 മൈനസ് സി വി ബൈ സി പി ഇസ് ഈക്വൽ ടു 1 മൈനസ് സി പി ബൈ സി 1 മൈനസ് സി പി അല്ല 1 മൈനസ് സി പി ബൈ സി വി ഗാമയാണ്. അപ്പോൾ സി വി ബൈ സി പിയോ 1 ബൈ ഗാമ.
ഇത് സാധനം ഏതാ? മോണോ അറ്റോമിക് ഗ്യാസാണ്. മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ ഗാമ വാല്യൂ എന്ന് പറയുന്നത് 5/3 ആണ് വരിക. 5/3. സോ അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/5/3. അതെന്താവും? 3/5 എന്ന് വരും. 5 - 3 is 2/5 ആണ് നമ്മളുടെ ആൻസർ വരിക. റൈറ്റ്? സോ ലിസൺ, അപ്പോൾ ഇത് ആൻസർ വരുന്നത് 2/5 എന്നാണ് ആൻസർ. സോ ആൻസർ ഈസ് A is the right answer. Ready അല്ലേ? ഓക്കെ അല്ലേ? സോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിനെയും വർക്ക് ഡണ്ണിനെയും നമ്മൾ ഈ രീതി മീൻസ് ഹീറ്റ് സപ്ലൈഡിനെയും ഈ രീതിയിൽ കണ്ടെത്തി മനസ്സിലായി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ശരിക്കും ഇക്വേഷൻ ഞങ്ങൾ പറഞ്ഞു CP - CV നിങ്ങൾ ആർന്ന് കൊടുത്താൽ NR ΔT is equal to work done. വർക്ക് ഡൺ P ΔV അല്ലേ വർക്ക് ഡൺ വരല്. അപ്പോൾ P ΔV is equal to NRT, PV is equal to NRTൻ്റെ ഇക്വേഷൻ ശരിക്കും അത് തന്നെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തി. റെഡി? അപ്പോൾ വർക്ക് ഡൺ കാണാൻ ഒന്നുകിൽ ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് P ΔV is equal to ഇക്വേഷൻ ഇസൻ അത് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ. സോ P ΔV is equal to NR ΔT എന്ന ഇക്വേഷൻ എടുത്തിട്ട് അവിടുന്ന് വർക്ക് ഡൺ is equal to NR ΔT എടുത്താലും മതി, ഇക്വേഷൻ എടുത്താലും മതി, നോ ഇഷ്യൂസ്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ CP വാല്യൂ നിങ്ങൾ അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ആറിനെ CP - CV എന്ന് എഴുതിയിട്ട് ഇതുപോലെ കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഏത് മോഡൽ എഴുതിയാലും ആൻസർ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് നേരിട്ട് എഴുതാം, എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ മതി. റൈറ്റ്? സോ ആൻസർ ഈസ് 2/5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Thermodynamic processes are identical in the following diagram. Okay, തെർമോഡൈനാമിക് പ്രോസസ്സ് ഐഡൻറ്റിക്കൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PV ഡയഗ്രാം നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഈ PV ഡയഗ്രാം കാണുമ്പോൾ തന്നെ PVയിൽ ഇങ്ങനെ ഗ്രാഫ് കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിങ്ങൾക്ക് ആ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അത് ഐസോതെർമൽ ലൈൻസ് ആണ്. ഓക്കെ, ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ലൈനൊക്കെ എന്താണ്? ഐസോതെർമൽ കർവുകളാണ്, ലൈനുകളാണ്. ഓക്കെ, ഇത് 700 ലൈനാണ്, ഇത് 500 Kelvin, 300 Kelvin ഐസോതെർമൽ ലൈൻസ് നമ്മൾ കണ്ടു. ഗ്രാഫൊക്കെ നമ്മൾ തിയറി സെക്ഷനിൽ പഠിച്ചതാണ്. മാച്ച് ദ ഫ്ലോയിങ്. പ്രോസസ് 1 എന്ന് പറയുമ്പോൾ ഇതാണ് പ്രോസസ് 1. ഞാൻ ഈ വരച്ച ലൈനാണ് പ്രോസസ് 1. പ്രോസസ് 1 എന്ന് പറയുന്നത് വോള്യത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ അത് ഐസോകോറിക് പ്രോസസ്സാണ്. സോ പ്രോസസ് 1 ഈസ് ഐസോകോറിക് പ്രോസസ്. സോ പ്രോസസ് 1 P എന്ന പ്രോസസ് അത് C ആണ്. സോ PCയുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ Aയോ Bയോ ആണ് റൈറ്റ് ആൻസർ. അടുത്ത് പ്രോസസ് 2ലേക്ക് നോക്കുകയാണെങ്കിൽ 2 അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള വെച്ച് നമുക്ക് പറയാം. സോ പ്രോസസ്സ് നമുക്ക് 3ലേക്ക് പോകാം. പ്രോസസ് 3 എന്ന് നമ്മൾ പറയുമ്പോൾ പ്രോസസ് 3 ഇതാണ് പ്രോസസ് 3 വരുന്നത്. അത് ഐസോതെർമൽ ലൈനിലൂടെ പോണേ. അപ്പോൾ പ്രോസസ് 3 സംശയിക്കണ്ട, അത് ഐസോതെർമലാണ്. അപ്പം 3 അത് 6D ഉള്ളത് നോക്കുക. അപ്പോൾ 6 ഇത് B. അപ്പോൾ ആൻസർ നമുക്ക് കൺഫേംഡ് ആയി, A ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് നമുക്ക് നോക്കാം. പ്രോസസ് 4 പറയുകയാണെങ്കിൽ ഇതാണ് പ്രോസസ് 4, അത് ഐസോബാറിക് പ്രോസസ്സാണ്. സോ പ്രോസസ് 4 ഈസ് ഐസോബാറിക് പ്രോസസ്. അപ്പോൾ പ്രോസസ് 2 ഏതാ? അഡിയബാറ്റിക് പ്രോസസ്. ബാക്കിയുള്ളത് ചെയ്തിട്ട് വേണ്ട പ്രോസസ് 2നെ മനസ്സിലാക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നമ്മളുടെ കാർനോട്ട് എഞ്ചിൻ്റെ ഗ്രാഫിൽ ഇങ്ങനെ അല്ലേനു ഗ്രാഫ്? ഈ ഗ്രാഫ് എന്തായിരുന്നു? അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഈ ലൈൻ എന്തായിരുന്നു? ഐസോതെർമലാണ്. ഇത് വേറെ ഐസോതെർമലാണ്. ഇത് T1 ടെമ്പറേച്ചറിലും ഇത് T2 ടെമ്പറേച്ചറിലും. അപ്പോൾ ഒരു ഐസോതെർമൽ ലൈനിൽ നിന്ന് മറ്റേ ഐസോതെർമൽ ലൈനിലേക്ക് ചെരിഞ്ഞു പോണ ലൈൻ അത് ഏതായിരിക്കും? അത് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ഈ 2 എന്ന ഈ ലൈൻ ആ ലൈൻ പോലെയല്ല നിങ്ങൾക്ക് തോന്നുന്നത്, ഈ ലൈൻ പോലെയല്ല നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ? പ്രോസസ് 2 ഏതാ? അഡിയബാറ്റിക് പ്രോസസ് ആട്ടോ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസറിലേക്ക് ഈസിലി എത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബയോളജിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വേഗം നല്ല ലോജിക്കലി വേഗം ആൻസർ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഒരു വിധം എല്ലാത്തിൻ്റെയും ആൻസർ അറിയില്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് വേഗം എത്താൻ പറ്റിയ, ലോജിക്കലി എത്താൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ മാച്ച് ദ ടൈപ്പ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A gas is compressed isothermally to half its initial volume. സോ ഒരു ഗ്യാസ് ഐസോതെർമലി എന്ത് ചെയ്യാണ്? കംപ്രസ് ചെയ്യാണ്. എങ്ങനെ?
ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. അതിൻ്റെ വോളിയത്തിൻ്റെ പകുതിയിലേക്ക് ഗ്യാസിനെ എന്ത് ചെയ്യാണ്? കംപ്രസ് ചെയ്യാണ്. അങ്ങനെ വോളിയം കംപ്രസ് ചെയ്തു. The same gas is compressed separately through an adiabatic process until its volume again reduced to half. അപ്പം ഇതേ സംഭവം വോളിയം ഞാൻ പകുതിയാക്കാൻ പോവാണ്. പക്ഷെ പ്രോസസ്സ് എന്താ അറിയോ? അഡിയബാറ്റിക് പ്രോസസ്സാണ്. എന്താണ്? അഡിയബാറ്റിക് പ്രോസസ്സിലൂടെ വോളിയം പകുതിയാക്കുകയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? മീൻസ് അതിൻ്റെ എന്നിട്ട് ചോദിക്കുകയാണ്, then compressing the gas isothermally or adiabatically will require the same amount of work. So ഈ ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ ഈ ചെയ്ത വർക്കിനാണോ അഡിയബാറ്റിക്കിന് ചെയ്ത വർക്കിനാണോ കൂടുതൽ എന്തുണ്ടാവുക? വാല്യൂ ഉണ്ടാവുക, കൂടുതൽ വർക്ക് ഡൺ ഏതായിരിക്കും? ഇതാണോ ഇതാണോ? ഇതിൽ ചെറിയ മിസ്കോൺസെപ്റ്റ്സിന് ഒരു ചാൻസ് ഉണ്ട്. മിക്ക ആൾക്കാരും പറയും ഐസോതെർമൽ വർക്ക് ഡൺ ആ കൂടുതൽ എന്ന് പറയും. കാരണം എന്താ അറിയും? ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആണ്. എന്നാൽ അഡിയബാറ്റിക്കിൽ നമ്മൾ പഠിച്ചു ഡെൽറ്റ ക്യൂ 0 ആകുമ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു ആണ്. സോ അപ്പോൾ എല്ലാവരും പറയും കൊടുക്കണ ഹീറ്റൊക്കെ വർക്കാക്കി മാറ്റുന്നതുകൊണ്ട് ഐസോതെർമലിലാണ് വർക്ക് ഡൺ കൂടുതൽ എന്ന് പറയും. അപ്പോൾ അവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മറ്റേത് പ്രോസസ്സിൽ കൊടുക്കുന്ന ഹീറ്റും സെയിം ആണെങ്കിൽ ഇതിലാണ് കൂടുതൽ വർക്ക് ഡൺ ഉണ്ടാവുക. ഇതിലേക്ക് കൊടുക്കുന്ന ഹീറ്റും ഇനി വേറെ ഐസോകോറിക്കലോ ഐസോബാറിക്കലോ ഏതെങ്കിലും ഇതിനെ ഹീറ്റ് കൊടുക്കുകയല്ലല്ലോ. ഹീറ്റ് കൊടുക്കുന്ന കേസിൽ ഇനിയിപ്പോൾ ഐസോബാറിക് ആയാലും ഐസോകോറിക് ആയാലും അവിടെയൊക്കെ ഹീറ്റ് കൊടുക്കുന്ന കേസിൽ ആ കൊടുക്കുന്ന ഹീറ്റിൻ്റെ കുറച്ചളവ് മാത്രമേ വർക്കാക്കുള്ളൂ. ബാക്കി ഇന്റേണൽ എനർജി മാറ്റാൻ നോക്കും. ഓക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ ഹീറ്റ് സെയിം ആ കൊടുത്തതെന്ന് എവിടെയും പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ ഐസോതെർമലിലേക്ക് ഓടി പോകണ്ട. ഇവിടെ സെയിം ചേഞ്ച് ഇൻ വോളിയം ആണ്. സോ ഫോർ സെയിം ചേഞ്ച് ഇൻ വോളിയം ഏതിലാണ് കൂടുതൽ എന്തുണ്ടാവുക? ഫോർ സെയിം ചേഞ്ച് ഇൻ വോളിയം ഏതിലാണ് കൂടുതൽ വർക്ക് ഡൺ ഉണ്ടാവുക എന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ? റെഡി? ഓക്കെ. അപ്പോൾ നോക്കൂ മക്കളെ, ഇതെങ്ങനെ നമ്മൾ ചെയ്യും? ഇത് ചെയ്യാൻ ഏറ്റവും സിമ്പിള് ഗ്രാഫിലേക്ക് പോകുന്നതാണ്. ഏറ്റവും സിമ്പിൾ ഗ്രാഫിലേക്ക് പോകുന്നതാണ് ഏറ്റവും സിമ്പിൾ. കാരണം പ്രഷർ വോളിയം ഗ്രാഫിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ പ്രഷർ വോളിയം ഗ്രാഫിൽ നമ്മൾ നേരത്തെ കാർനോട്ട് എഞ്ചിൻ്റെ ഗ്രാഫ് നമ്മൾ കണ്ടിരുന്നു. അതിൽ കംപ്രഷൻ കർവുകൾ, ഒരു കംപ്രഷൻ കർവ് ഇങ്ങനെയും അടുത്തത് ഇത് ഐസോതെർമൽ കംപ്രഷനും അഡിയബാറ്റിക് കംപ്രഷൻ ഇങ്ങനെയുമാണ് വന്നിരുന്നത്. ഓർമ്മ ഉണ്ടല്ലോ? ഓക്കെ, ഇത് ഐസോതെർമൽ കംപ്രഷൻ, ഇത് അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, ഈ കംപ്രഷനിൽ ഐസോതെർമൽ ലൈനെ ഞാനൊന്ന് നീട്ടി വരച്ചു. ലൈക്ക് ദിസ്, ഞാൻ നീട്ടി വരച്ചു. അങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ മക്കൾ നോക്ക്, ലിസൺ, ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ വോളിയം എന്ന് വിചാരിക്കുക, വി. ഓക്കെ, ഈ കറസ്പോണ്ടിങ് ഈ വോളിയമാണ് ഫൈനൽ വോളിയം, അതായത് V/2 എന്ന് വിചാരിക്കുക, V/2. അപ്പം ഐസോതെർമലി വിന്ന് V/2 വരുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക, അഡിയബാറ്റിക്കലി വിന്ന് V/2 ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്രാഫ് നിങ്ങൾ നോക്കുമ്പം അഡിയബാറ്റിക് പ്രോസസ്സ് ഇതാണ്. അഡിയബാറ്റിക് പ്രോസസ്സ് ഈ യെല്ലോ ലൈനാണ്. ഈ യെല്ലോ ലൈനിൻ്റെ അടിയിലേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? അഡിയബാറ്റിക് വർക്ക് ഡൺ ആണ്. ഇനി വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോതെർമൽ പ്രോസസ്സാണ്. ഇത് യെല്ലോ ആണ്, സോറി. ഈ വൈറ്റ് ലൈനിൻ്റെ അടിയിലേക്കുള്ള ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് ആണ്. ഈ ഗ്രാഫ് നോക്കി നിങ്ങൾക്ക് പറയാം വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ് കുറവും വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്സ് കൂടുതലും നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏത് കേസിലാണ് വർക്ക് ഡൺ കൂടുതൽ? അഡിയബാറ്റിക്. സോ വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ്. ഇനി നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, നൗ ലിസൺ. അപ്പോൾ ഫോർ ദ സെയിം ചേഞ്ച് ഇൻ വോളിയത്തിൽ ഐസോതെർമലിനാണോ അഡിയബാറ്റിക്കിനാണോ കൂടുതൽ വർക്ക് ഡൺ ഉണ്ടാവുക ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അഡിയബാറ്റിക്കിനാണ് കൂടുതൽ വർക്ക് ഡൺ ഉണ്ടാവുക. സോ ആൻസർ ഈസ് compressing the gas isothermally സെയിം അല്ല, തെറ്റാണ്. Which of the cases through requires more atomicity depend ചെയ്യൂല. അടുത്ത്, compressing the gas isothermally will require more work to be done. ഐസോതെർമലിന് വർക്ക് കൂടുതൽ, തെറ്റാണ്. Compressing the gas through adiabatic process will require more work to be done. So answer is D is the right answer. Okay, next. An ideal gas is compressed. ഒരു ideal gas compressed to half its initial volume.
ഓഫ് സെവറൽ പ്രോസസ്സസ്, പല പ്രോസസ്സിലും ഇങ്ങനെ വോളിയം ചേഞ്ച് ആക്കി. വിച്ച് ഓഫ് ദ പ്രോസസ് റിസൾട്ട്സ് ഇൻ ദ മാക്സിമം വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ്. അപ്പോൾ ഏതിലാണ് വർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന്. ഫസ്റ്റ് പ്രോസസ് ഈസ് ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രാഫ് വരിക. ഐസോകോറിക് പ്രോസസ് വോളിയത്തിൽ മാറ്റമല്ല, വോളിയത്തിൽ മാറ്റമില്ലെങ്കിൽ വർക്ക് ഡൺ ഇല്ല. സോ ഐസോകോറിക്കിൻ്റെ നിങ്ങൾ നോക്കണ്ട, അതിൽ വർക്ക് ഡൺ ഇല്ല. പിന്നെ ഐസോതെർമൽ ആണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോതെർമലിൻ്റെ ലൈന് ഇങ്ങനെയാണ്. ഓക്കെ, ഫോർ സെയിം ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ വോളിയം ഏത് പ്രോസസ്സിലും സെയിം ആണ്. ഐസോതെർമൽ അഡിയബാറ്റിക് ഉണ്ട്, ഐസോതെർമലും അഡിയബാറ്റിക് പിന്നെ ഐസോബാറിക്കും ഉണ്ട്. ലിസൺ, നമുക്കറിയാം അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഐസോതെർമൽ പ്രോസസ്സിൻ്റെത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ, താഴെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ വൈറ്റിൽ കാണിച്ചതാണ്, വൈറ്റ് കർവായിട്ട് കാണിച്ചതാണ് ഏത്, ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് ഈ വൈറ്റ് ആണ്. ഈ യെല്ലോ കാണിച്ച അഡിയബാറ്റിക് ആണ്. ഓക്കെ, സോ നീട്ടി വരക്കുകയാണെങ്കിൽ വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെ. ഐസോതെർമൽ വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെ. ഓക്കെ, ഇനി അടുത്ത പ്രോസസ് ഏതാടാ, ഐസോബാറിക് ആണ്. ഐസോബാറിക് നമ്മൾ തുടങ്ങുന്നത് ഈ പോയിന്റിൽ നിന്നാണ്. ഇതാണ് വി, കംപ്രസ് ചെയ്യല്ലേ, കംപ്രസ് ചെയ്യല്ലേ. സോ ഇത് വി. ഓക്കെ, ഇതാണ് ഏത്, ഈ വോളിയമാണ്, കറസ്പോണ്ടിങ് വോളിയമാണ് ഏത്, V/2. ഓക്കെ, അപ്പോൾ വിന്ന് V/2 എത്തിക്കണം. അപ്പോൾ നമ്മൾ പോകുന്ന ഗ്രാഫ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ഫ്രം ദിസ് പോയിന്റ്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ത്രൂ ഔട്ട് അതിൻ്റെ എന്ത് മാറരുത്, പ്രഷർ മാറാൻ പാടില്ല. അപ്പോൾ ഇതേത് പ്രോസസ്, ഐസോബാറിക് പ്രോസസ് ആണ്. സോ ഇത് ഐസോബാറിക് ആണ്, ഐസോബാറിക് ആണ്. ഇത് അഡിയബാറ്റിക് ആണ്, ഇതേതാണ്, ഐസോതെർമൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടാക്കുക, വർക്ക് ഡൺ അഡിയബാറ്റിക് തന്നെയാണ്. പിന്നെ ആരാണ്ടാക്കുക, വർക്ക് ഡൺ ഐസോതെർമൽ ആണ്. പിന്നെ ആരാണ്ടാക്കുക, വർക്ക് ഡൺ ഏതാണ്, പിന്നെ ഐസോബാറിക് ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഓർഡർ. ഓക്കെ, ഈ ഗ്രാഫ് പ്രകാരം നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഫോർ ദ സെയിം ചേഞ്ച് ഇൻ വോളിയം. സോ ഹിയർ ഓൾസോ അവർ ആൻസർ ഈസ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കും. റെഡി, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫിഗർ ബിലോ ഷോസ് two paths that may be taken by a gas to go from a state A to a state C. സോ സ്റ്റേറ്റ് എയിൽ നിന്ന് ഈ ഗ്രാഫ് എങ്ങോട്ട് പോകുന്നുണ്ട്, ഈ സി എന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നു രണ്ട് വഴിയിലൂടെ. ഒന്ന് ആദ്യം ഇത് പി വി ഡയഗ്രം അല്ലേ, ഐസോകോറിക് പ്രോസസ്സിലൂടെയും പിന്നെ ഐസോബാറിക് പ്രോസസ്സിലൂടെയും എന്ന് സിയിലേക്ക് ഒരു സിസ്റ്റം എത്തി. പിന്നെ അടുത്ത എന്താണ്, പി വി സ്ട്രേറ്റ്. ഓക്കെ, അപ്പം നേരെ എയിൽ നിന്ന് സിയിലേക്കും എത്തിയിട്ടുണ്ട്. റൈറ്റ്, അപ്പം ഇവിടെ പി വി ഡയഗ്രത്തിൽ ഇവിടെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യം ഗ്രാഫ് നമ്മൾ മനസ്സിലാക്കി, ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ പ്രോസസ് എ ബിയിൽ 400 ജൂൾ ഓഫ് ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം. എ ബി എന്ന പ്രോസസ്സിൽ 400 ജൂൾ സിസ്റ്റത്തിന് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് ഇൻ ബി സി എന്ന പ്രോസസ്സിൽ 100 ജൂൾ ഹീറ്റ് ആഡ് ചെയ്തു, 100 ജൂൾ ഹീറ്റ് ആഡ് ചെയ്തു. ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഇൻ ദ പ്രോസസ് എ സി വിൽ ബി. അങ്ങനെയാണെങ്കിൽ എ സി എന്ന പ്രോസസ്സിൽ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യും, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം എന്ന് ബിയിലേക്ക്, പിന്നെ ബിന്ന് സിയിലേക്ക്, പിന്നെ എന്ന് സിയിലേക്ക്. ഇതാണ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ന് ബിയിലേക്ക് നടന്ന പ്രോസസ്സ് ഒന്ന് നമുക്ക് നോക്കാം. എന്ന് ബിയിലേക്ക് നടന്ന പ്രോസസ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഐസോകോറിക് പ്രോസസ്സാണ്. ഐസോകോറിക് പ്രോസസ്സിൽ എത്ര ഹീറ്റ്, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഹീറ്റ് സപ്ലൈഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിൽ എത്ര ഹീറ്റ്, നമുക്ക് എ ടു ബി. അപ്പോൾ അവിടെ ഞാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ആണ്. സോ എ ടു ബി എന്ന പ്രോസസ്സിന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്താ മക്കളെ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. ഓക്കെ, സോ ഇവിടെ ഡെൽറ്റ ക്യൂ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. അവിടെ വോളിയത്തിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് പി ഡെൽറ്റ വി 0 ആകുന്നത് കൊണ്ട് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ യു ആണ്. ഡെൽറ്റ ക്യൂ 400 ജൂൾ ആണ്. സോ ഡെൽറ്റ യു എത്ര, 400 ജൂൾ. സോ നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു 400 ജൂൾ എന്ന് പറയാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത്
അടുത്ത പ്രോസസ്സ് ഐസോബാറിക് പ്രോസസ്സാണ്. ആ ഐസോബാറിക് പ്രോസസ്സിൽ നമുക്ക് പറയാം ഹീറ്റ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് അവിടുത്തെ എന്ത് വർക്ക് ഡൺ. ഓക്കെ, പി ഡെൽറ്റ വി വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ യു കാണാം. എങ്ങനെ ഡെൽറ്റ യു എങ്ങനെ കാണാം? ഡെൽറ്റ ക്യൂ മൈനസ് പി ഡെൽറ്റ വി ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ ക്യൂ തന്നത് 300 ജൂൾ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മൈനസ് പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? പി ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക, പി ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ ബി സി എന്ന കർവിൽ അവിടെ ചെയ്യുന്ന വർക്കാണ്. പ്രഷർ വോളിയം ഗ്രാഫിൽ നിന്ന് വർക്ക് കാണാൻ അതിൻ്റെ അടിയിലേക്കുള്ള ഗ്രാഫിൻ്റെ അടിയിലേക്കുള്ള ഏരിയ എടുത്താൽ മതി. അപ്പോൾ ആ ബീസിൻ്റെ അടിയിലേക്കുള്ള ഏരിയ എടുക്കാൻ ഈ ലെങ്ത് ഇൻറ്റു ഈ ഹൈറ്റ് ആണ് ചെയ്യേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ബീസിൻ്റെ അടിയിലേക്കുള്ള ഏരിയ കിട്ടി. അപ്പോൾ അത് ചെയ്യാൻ നോക്കിക്കോ, അതാണ് വർക്ക് ഡൺ വരിക അല്ലേ. അപ്പോൾ ആ വർക്ക് ഡൺ കാണാൻ പി ഡെൽറ്റ വി കാണാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന നോക്കിക്കോട്ടോ. ആ വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് ഇത് എത്രയുള്ളത്? ഇത് ഈ വാല്യൂ 4 × 10⁻³ എന്താ 2 × -3. അപ്പോൾ എത്ര ഉണ്ടാവുക? ഈ ഡിസ്റ്റൻസ് ഗ്യാപ്പ് എത്ര ഉണ്ടാവുക? 2 × -3 ഉണ്ടാവുക. അപ്പോൾ 2 × 10⁻³ ഇൻറ്റു ഇനി ഈ ഹൈറ്റ് അല്ലേ വേണ്ടത്? കംപ്ലീറ്റ് ഹൈറ്റ് വേണം. ഈ ഹൈറ്റ് എത്ര? 6 6 × 10⁴. സോ ഇൻറ്റു 6 × 10⁴ ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 2 6 12 10⁻³ 10⁻4 10 ആകും. അപ്പോൾ 2 6 12 × 10 120. സോ 100 മൈനസ് 120 ഈസ് ഈക്വൽ ടു -20 ജൂൾസ്. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഇന്റേണൽ എനർജി 400 ജൂൾ കൂടി, പിന്നെ ബിന്ന് സിയിലേക്ക് പോകുമ്പോൾ ഇന്റേണൽ എനർജി 20 ജൂൾ കുറഞ്ഞ്. അപ്പോൾ എന്ന് അൾട്ടിമേറ്റ്ലി സിയിലേക്ക് എത്തുമ്പോഴുള്ള ഫ്രം എയിൽ നിന്ന് അൾട്ടിമേറ്റ്ലി സിയിലേക്ക് എത്തുമ്പോഴുള്ള ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അപ്പോൾ എത്ര? ഒന്ന് ആലോചിക്കണം. ഇന്റേണൽ എനർജി എന്ന് ബിയിലെത്തിയപ്പോൾ 400 കൂടി, പിന്നെ ബിന്ന് സിയിലേക്ക് എത്തിയപ്പോൾ ഇത് ബി ടു സി ആണ്. ബി ടു സിയിൽ 20 ജൂൾ കുറഞ്ഞു. അപ്പോൾ എന്ന് സിയിലേക്ക് എത്തുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇന്റേണൽ എനർജിയിൽ എത്ര മാറ്റം ഉണ്ടാകും? ഇന്റേണൽ എനർജി എത്ര മാറ്റം ഉണ്ടാകും? അത് 380 ജൂൾ. 400 പ്ലസ് -20. അപ്പം 400 കൂടി അതിന് 20 കുറഞ്ഞു പറഞ്ഞാൽ എത്ര കൂടിയെന്നാ? 380 കൂടിയെന്നാ. സോ 380 ജൂളാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സിയിലെത്തുമ്പോൾ. അതിനി ഏത് വഴി കൂടെ പോയാലും ഏത് സിയിലേക്കാണോ എത്തുന്നത് എന്തായാലും ആ സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജിയിൽ ഈ പറഞ്ഞ മാറ്റം ഉണ്ടാകും. അത് പോകുന്ന വഴിയെ ഡിപ്പെൻഡ് ചെയ്യില്ല ഇന്റേണൽ എനർജി. ഓക്കെ അല്ലേ? അതിൻ്റെ പൊസിഷൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ മക്കളെ എ മുതൽ സി വരെയുള്ളതിൽ നമുക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കിട്ടി. ഇനി വേണ്ട എന്താ? അതിൽ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് അല്ലേ നമുക്ക് വേണ്ടത്? സപ്ലൈ ചെയ്യേണ്ട ഹീറ്റ് എങ്ങനെ മക്കളെ കാണാം? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഓർ വർക്ക് ഡൺ. അത് കണ്ടുപിടിക്കാൻ പോവാണ്. ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു 380 ആണ്. ഇനി എ സി എന്ന ഗ്രാഫ് ഇപ്പോൾ നമ്മൾ എ സിയിലാണ് നോക്കുന്നത്. എ സി എന്ന ഗ്രാഫിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാ മക്കൾ? അതിൻ്റെ അടിയിലേക്കുള്ള ഏരിയ എടുക്കേണ്ടി അല്ലേ? ആ ഏരിയ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം നമ്മൾ ഇതൊരു ട്രയാങ്കിൾ ആക്കി കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ ചെയ്യുക? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഈ ഹൈറ്റ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 × 6 പോകുമ്പോൾ 4 ഉണ്ടാവുക. 4 × 10⁴ ആണ്. ഈ ഇത് നമ്മൾ നേരത്തെ കണ്ടുവരാം 2 × -3 അല്ലേ? അപ്പോൾ എന്താ മക്കളെ നോക്കിക്കോ, ഹാഫ് ഇൻറ്റു half into base 2 into 10⁻³ into height 4 into the into ആണ് 4 into 10⁻+4 ഉണ്ടാകും. 4 10⁻+4. ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. പ്ലസ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 2 10⁻³ 2 10⁻³ ഇൻറ്റു ഈ ഹൈറ്റ് അത് 2 10⁻4 ഉണ്ടാവുക. സോ 2 × 10⁻4 എന്നുണ്ടാവും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മക്കളെ നോക്കണം എന്താ വരിക നോക്ക്. 380 പ്ലസ് ഇത് കട്ട് 4 10⁻4 എത്ര ഉണ്ടാവും? 4 10⁻4 അപ്പോൾ 4 × 10 ഉണ്ടാവും അല്ലേ? പ്ലസ് ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 10⁻1 ഉണ്ടാകും. അപ്പോൾ 2 × 2 4 ആണ്, 14 ഉണ്ടാവും. ഇത് 40 ഉണ്ടാവും. സോ 14 80. 380 പ്ലസ് 80 ആൻസർ ഈസ് 460 ജൂളാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. സോ ആൻസർ ഈസ്
460 joules is the right answer. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറേ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം, എ മോണോ അറ്റോമിക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. തിയറി ക്ലാസ് എടുക്കുമ്പോൾ കിട്ടുന്ന ഐഡിയയും പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡിയ പ്രാക്ടിക്കലിയാണ് നമുക്ക് ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് പ്രാക്ടിക്കൽ ഐഡിയ കിട്ടുന്ന സമയത്ത് നമുക്ക് കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നല്ലോണം എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ ശരിക്കും ഒരുപാട് കോൺസെപ്റ്റ്സ് എന്തെങ്കിലും പഠിക്കൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, എ മോണോ അറ്റോമിക് ഗ്യാസ് അറ്റ് എ പ്രഷർ പി. മോണോ അറ്റോമിക് ഗ്യാസ്, അപ്പോൾ എല്ലാ സംഭവിച്ചു എഴുതിയേക്കാം. മോണോ അറ്റോമിക് ആണ്, അതിൻ്റെ പ്രഷർ പി ആണ്. ഹാവിങ് എ വോളിയം വി എക്സ്പാൻഡ്സ് ഐസോതെർമലി ടു എ വോളിയം 2v. വി എന്ന വോളിയത്തിൽ നിന്ന് 2v എന്ന വോളിയത്തിലേക്ക് ഈ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ അഡിയബാറ്റിക്കലി. ഓക്കെ, അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇത് എന്ത് പ്രോസസ് ആയിരുന്നു? ഐസോതെർമലി ആണ് ഇത് എക്സ്പാൻഡ് ചെയ്തത്. പിന്നെ ആൻഡ് ദെൻ അഡിയബാറ്റിക്കലി ടു എ വോളിയം, and adiabatically to a volume of 16V. The final pressure of the gas is, so final pressure P dash നമ്മൾ ഫൈൻഡ് ചെയ്യണം. Take gamma is 5/3. ഗാമ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? 5/3 കൊടുക്കാം. ഓക്കെ മക്കളെ, അപ്പൊ ഇവിടെ പ്രഷർ P ആണ്. ഓക്കെ അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഈ ഫസ്റ്റ് കേസിൽ പ്രഷർ പിയും വോളിയം വിയുമാണ്. അപ്പോൾ അതിനെ ആ വോളിയം 2v ആക്കുന്നുണ്ട്. ആ പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് P1 V1 എന്ന് പറഞ്ഞാൽ എന്താ, P2 V2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. P1 ഫസ്റ്റ് പ്രഷർ P ആണ്, V1 അപ്പുള്ള വോളിയം V ആണ്, ഇൻറ്റു P2 ഇൻറ്റു V2 സെക്കൻഡ് കേസിലെ വോളിയം ദാറ്റ് ഈസ് 2v ആണ്. VV പോയാൽ വാട്ട് ഈസ് P2 ഈസ് ഇനീഷ്യൽ പ്രഷർ ബൈ 2. അപ്പോൾ ഇവിടുത്തെ പ്രഷർ നിങ്ങൾക്ക് കിട്ടി. ഈ അവസ്ഥയുള്ള പ്രഷർ P/2 ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇപ്പം പ്രഷർ P/2 വോളിയം 2vയും അതിനെ വേണം നമുക്ക് 16v വോളിയം ആയിട്ട് അഡിയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യാൻ. സോ ദിസ് പ്രോസസ് ഇസ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ മക്കളെ ശ്രദ്ധിക്കണം, അഡിയബാറ്റിക് പ്രോസസ്സിൽ P1 V1 raised to gamma is equal to P2 V2 raised to gamma അപ്ലൈ ചെയ്യാൻ പറ്റും. P1 ഇവിടുത്തെ പ്രഷർ, P2 ഇവിടുത്തെ പ്രഷർ, ഓക്കെ, V1 ഇവിടുത്തെ വോളിയം, V2 ഇവിടുത്തെ വോളിയം കൊടുക്കുക, ചാമ്പിക്കോ. അപ്പോൾ P1 എന്താടാ? P/2 ആണ്. ഇൻറ്റു V1 എന്താടാ? 2v ആണ്, ഹോൾ റേസ് ടു ഗാമ ഉണ്ട്, ഇസ് ഈക്വൽ ടു P2 എന്താ അറിയില്ല, P ഡാഷ് ആണ്, ഇൻറ്റു V2 എന്താ 16v ഹോൾ റേസ് ടു ഗാമ ഉണ്ട്. അപ്പോൾ ഈ പിയും കട്ടാവും. ബാക്കി ഉണ്ടാവുക 2v raised to gamma v raised to gamma by 2 is equal to 16 raised to gamma v raised to gamma എന്നുണ്ടാവും. ഇതും ക്യാൻസൽ ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഫ്രം ഹിയർ ഇവിടെ നമുക്ക് എന്ത് പറയാടാ? ഒരു കാര്യം ചെയ്യാം, ഈ 2 അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 raised to gamma by 16 raised to gamma is equal to 2 എന്ന് എഴുതാം. ഫ്രം ഹിയർ എന്തെഴുതാം? 2/16 whole raised to gamma is equal to 2 എന്നെഴുതാം. ഓക്കെ, ഇവിടെ നോക്ക്, 2 ഇതും കട്ടാക്കിയാൽ ഇത് നമുക്ക് 8 എന്ന് എഴുതാം. അപ്പോൾ 1/8 whole raised to gamma എത്ര? 5/3 is equal to 2 എന്ന് എഴുതാം. ഒരു കാര്യം ചെയ്യാം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ക്യൂബ് ചെയ്യാം. അപ്പോൾ ക്യൂബ് ആക്കുമ്പം 1/8 ഹോൾ റേസ് ടു 5/3 ഹോൾ ക്യൂബ് ചെയ്യുമ്പോൾ ഈ 3യും കട്ടാവും. ഇസ് ഈക്വൽ റൈറ്റ് സൈഡ് 2 ക്യൂബ് എന്ന് വരും. അപ്പോൾ എന്താ വരിക? 1/8 റേസ് ടു 5 എന്ന് വരും. ഇസ് ഈക്വൽ ടു 2 ക്യൂബ് എന്ന് വരും. ഓക്കെ, സോ സോറി, ഒരു സംഭവം നമ്മൾ വിട്ടുപോയടാ. എന്ത്? നമ്മൾ ഈ പ്രഷറിനെ കട്ട് ചെയ്തു പോയി അല്ലേ? സോറി, ഇത് കട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ പ്രഷർ ഉണ്ടാവുമല്ലോ, ഇവിടെ P ഡാഷും ഉണ്ടാവേടാ. P ഡാഷും പിയും കട്ട് ചെയ്യാൻ പറ്റുമോ? സോറി, ഒന്ന് മൈൻഡ് ചെയ്യണേ. ഇത് P ഡാഷ്
ദിസ് ഈസ് പി. സോറി കേട്ടോ. അപ്പോൾ പി ഡാഷും പിയും അവിടെ സസ്റ്റെയിൻ ചെയ്യും. സോ ഇവിടെ പി ഉണ്ടാകും, ഇവിടെ എന്തുണ്ടാവും, പി ഡാഷ് ഉണ്ടാവും. ഓക്കെ, സോ ലെഫ്റ്റിൽ പി ഉണ്ടാകും, റൈറ്റ് സൈഡിൽ പി ഡാഷ് ഉണ്ടാവും. ഇവിടെ പി ഉണ്ട്, ഇവിടെ പി ഡാഷ് ഉണ്ട്. ഓക്കെ, നമ്മൾ വിട്ടുപോയി അല്ലേ, സോറി. ഇവിടെ പി ഉണ്ട്, ഇവിടെ പി ഡാഷ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ പി ഉണ്ട്, ഇവിടെ പി ഡാഷ് ഉണ്ട്. റൈറ്റ്. ഓക്കെ, സോ ഇത് എന്താ ഫൈനൽ ആൻസർ എന്താ വരിക നമുക്ക് നോക്കാം. സോ ഇത് 2 ക്യൂബ്, അപ്പോൾ 8 raised to 5 1 by 8 raised to 5 വരെ, അപ്പോൾ 2 ക്യൂബ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ക്യൂബ് ചെയ്യുന്ന സമയത്ത് അവിടെയും ഇവിടെയും ക്യൂബ് ചെയ്യുമ്പം ഇതിനും ക്യൂബ് വരും, പി ഡാഷിനും ക്യൂബ് വരും, ഇതിനും ക്യൂബ് വരും, പി ഡാഷിനും ക്യൂബ് ഉണ്ടാവും. അപ്പോൾ ഇതും ക്യൂബ് ഉണ്ട്, ഇതും എന്താ ക്യൂബ് ഉണ്ട്. റെഡി? ഓക്കെ, നൗ ലിസൺ മക്കളെ, ഒരു സെക്കൻഡ്. നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഡാഷ്, ഈ പി ക്യൂബ് അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ പി ക്യൂബ് ഇവിടെ നിന്നോട്ടെ, പി ക്യൂബ് ബൈ ഈ 8 raised to 5. 8 പറഞ്ഞാൽ ശരിക്കും എന്താ 2 ക്യൂബാണ് 8, അത് ഹോൾ റേസ് ടു എന്തുണ്ട് 5 ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു 2 ക്യൂബും കൂടി ഇവിടെ വരുന്നുണ്ട്, ഇസ് ഈക്വൽ ടു പി ഡാഷ് ഹോൾ ക്യൂബ് ഉണ്ട്. അപ്പോൾ പി ഡാഷ് ആക്കാണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നോക്കണം, ഇത് 2 raised to 15 എന്ന് വരും, 3 5 15. 15ഉം ഈ 3യും കൂടി 18 ആവും. അപ്പോൾ പി ക്യൂബ് ബൈ 2 raised to 18 ഇസ് ഈക്വൽ ടു പി ഡാഷ് ക്യൂബ്. മൊത്തത്തിൽ ക്യൂബിക് റൂട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പി റേസ് ടു 3/3 അത് പി ആകും, ഡിവൈഡഡ് ബൈ 2 raised to 18/3 അത് 2 raised to 6 ആകും, ഇസ് ഈക്വൽ ടു പി ഡാഷ് റേസ് ടു 3/3 എന്താ പി ഡാഷ്. ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, പവറിൽ 1/3 ആക്കുക. ഓക്കെ, പവറിൽ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ക്യൂബിക് റൂട്ട് ആയി. സോ നമുക്ക് ഇത് കിട്ടി. അപ്പോൾ പി ഡാഷ് എന്താ p/2 raised to 6 ആൻസർ ഉണ്ടാവുക. അപ്പോൾ എന്താ മക്കളെ, p dash is p/2 raised to 6. 2 raised 6 പറഞ്ഞാൽ 4 into 4 into 4, that is 64. Answer is C is the right answer. Okay, C, p/64 is the new pressure. Okay അല്ലേ, സെറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, നോക്ക്. A gas is taken through the cycle A to B, B to C and to A. So it's a cyclic process. A നിന്ന് ബിയിലേക്ക് പോയി, ബി നിന്ന് സിയിലേക്ക് പോയി, സി നിന്ന് വീണ്ടും എയിലേക്ക് വരുമ്പോൾ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സൈക്ലിക് പ്രോസസ്. വാട്ട് ഈസ് ദ നെറ്റ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്? ഈ ഗ്യാസ് ചെയ്യുന്ന നെറ്റ് വർക്ക് കാണാൻ പറഞ്ഞ മക്കളെ, ഈൻ്റെ ഉള്ളിലത്തെ ഏരിയ എടുക്കാനല്ലേ അങ്ങോട്ട് പറഞ്ഞ സൈക്ലിക് പ്രോസസ്സിൽ നെറ്റ് വർക്ക്. യെസ്, അപ്പോൾ ആ ഏരിയ എടുത്താൽ മതി. സോ നെറ്റ് നെറ്റ് വർക്ക് ഇസ് ഈക്വൽ ടു അതിൻ്റെ ഉള്ളിലത്തെ ഏരിയ, ദാറ്റ് ഈസ് ഹാഫ് ഇൻ ടു ബി. ബി എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. 2 മുതൽ ഇത് 6, ഇത് 6 7 ഉണ്ടാവും, 2 മുതൽ 7 വരെ. അപ്പോൾ എത്ര മക്കളെ, 5. ഹാഫ് ഇൻ ടു ബി ഇൻ ടു, ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ബ്രാക്കറ്റിൽ 10⁻³ കൊടുത്തിട്ടുണ്ട് ഈ ആക്സിസിൽ. അതിൻ്റെ മീനിങ് എന്താ, ഇവിടുത്തെ വാല്യൂ ഒക്കെ ഇൻറ്റു 10⁻³ ചെയ്യണം എന്നുള്ള. അപ്പോൾ ഈ ഗ്യാപ്പ് ശരിക്കും എത്ര, 5 × 10⁻³ ആണ്. സോ 5 × 10⁻³ എന്നെഴുതി ഇൻറ്റു. ഇനി ഹൈറ്റ് പറഞ്ഞാൽ ഈ ഹൈറ്റ് 4 ഉണ്ടാവും, 4 × 10⁻⁵ ഉണ്ടാവും. സോ 4 × അത് നിങ്ങൾ പ്രത്യേകം നോക്കണം കേട്ടോ, 4 × 10⁵. സോ ആൻസർ ഈസ്, ഇത് കട്ട് 2 2 5 10, ആ 10ഉം 10⁻⁵ 10⁻⁶ ആവും. 6 3 പോയാൽ 10⁻3. സോ ആൻസർ ഈസ് 10⁻3 joules. 1000 joules ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഡി ഓപ്ഷൻ. റൈറ്റ്? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. എ മോണോ അറ്റോമിക് ഗ്യാസ്, മോണോ അറ്റോമിക് ആണ്, മോണോ അറ്റോമിക് ആണെന്നുള്ള ഓർത്ത് വെക്കുക. മോണോ അറ്റോമിക് ഗ്യാസ് അറ്റ് പ്രഷർ P1 ആൻഡ് വോളിയം V1 ഈസ് കംപ്രസ്ഡ് ചെയ്യാണ് adiabatically to 1/8 of its original volume. What is the final pressure of the gas? അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ് ആണെന്നുള്ളത് ഓർക്കണം. അഡിയബാറ്റിക് കംപ്രഷൻ ആണ്. അഡിയബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ P1 V1 raised to gamma is equal to P2 V2 raised to gamma അങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പോൾ P1 V1 raised to gamma, P1 V1 raised to gamma. മക്കളെ, ഗാമ എന്ന് പറഞ്ഞാൽ അത് ഏതാ, മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ ഗാമ വാല്യൂ 5/3 ആണ് വരിക. ഓക്കെ, 5/3. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും.
അപ്പോൾ ലിസൺ, ദാറ്റ് ഈസ് ഗാമക്ക് നമുക്ക് 5/3 കൊടുക്കാം ഇസ് ഈക്വൽ ടു P2 എന്താണെന്നാ കാണേണ്ടത്. സോ P2 ഇൻറ്റു V2 എന്ന് പറഞ്ഞാൽ അത്ര 1/8. ഇത് ഇനീഷ്യൽ വോളിയം V1 അപ്പോൾ 1/8 ഇനീഷ്യൽ വോളിയം 1/8 V1 എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇവൻ്റെ 1/8 പാർട്ട് ആയതുകൊണ്ട് സോ 1/8 V1 ഹോൾ റേസ് ടു 5/3 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ V റേസ് ടു 5/3യും ഈ V1 റേസ് ടു 5/3 ഉണ്ടാവും അല്ലേ. V1 റേസ് അപ്പോൾ ഈ സാധനവും കട്ടാവും, ഈ V1 റേസ് ടു 5/3യും കട്ടാവും. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? P1 ഇസ് ഈക്വൽ ടു P2 ഇൻറ്റു 1/8 റേസ് ടു 5/3 എന്നുണ്ടാവും. സോ ഫ്രം ഹിയർ P1 ഇസ് ഈക്വൽ ടു P2 ഇൻറ്റു 1/8 റേസ് ടു 5/3. 8നെ ഞാൻ 2 ക്യൂബ് എന്ന് എഴുതുകയാണ്. 8 ആയി, അതിൻ്റെ റേസ് ടു 5/3. അപ്പോൾ ഈ 3യും കട്ടാകുമ്പോൾ 2 റേസ് ടു 5 എന്ന് വരും. ആ 2 റേസ് ടു 5 ലെഫ്റ്റിക്ക് വരുമ്പോൾ എന്താ മക്കളെ? P2 എന്താ വരിക? P2 ഇസ് ഈക്വൽ ടു 2 റേസ് ടു 5 ഇൻറ്റു P1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 ഇൻറ്റു 2 16 ഇൻറ്റു 2 32. സോ ആൻസർ ഇസ് 32, 32 P1. അപ്പോൾ പ്രഷർ എന്താ വരിക? 32 P1 എന്നാണ് വരിക. റെഡി? എല്ലാവർക്കും ഓക്കെ ആണോ? സോ 2 റേസ് ടു 5ൻ്റെ വാല്യൂ കൊണ്ട് P1ൻ്റെ മൾട്ടിപ്ലൈ നിങ്ങൾക്ക് എന്ത് കിട്ടി? പുതിയ പ്രഷറായ P1 എന്ന പ്രഷർ കിട്ടി. സോ ആൻസർ ഈസ് 32 P1. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in thermodynamic process which of the following statements is not true? ഈ തന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ്സാ കറക്റ്റ് അല്ലാത്തത്? In an isochloric process pressure remains constant. തെറ്റാണ്. നോട്ട് ട്രൂ, ശരിയല്ലാത്തല്ലേ ചോദിച്ചത്? ശരിയല്ലാത്തത്. In an isochloric process pressure remains constant. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആണ് എ. ഓക്കെ, ബാക്കിയുള്ള മറ്റു ഐസോതെർമൽ പ്രോസസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, അത് ശരിയാണ്. ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാ. അവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് തെറ്റാ. അഡിയാബാറ്റിക് പ്രോസസ് ഇത് ശരിയാണ്, അതുകൊണ്ട് ഇതും തെറ്റാ. അഡിയാബാറ്റിക് പ്രോസസ് സിസ്റ്റം ഇൻസുലിൻ ഓക്കെ, ഇതും തെറ്റാ. ഓക്കെ, ഇത് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ ആൻസറിൽ എന്താണ്? തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ എഫിഷ്യൻസി ഓഫ് എൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ദ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ്. ഓക്കെ, സോ എഫിഷ്യൻസി ഓഫ് എൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ കാണണം, വർക്കിംഗ് ബിറ്റ്വീൻ ദ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. സോ എക്സ്പ്രഷൻ 1 - T2/T1 ആണ് എഫിഷ്യൻസി ഇക്വേഷൻ. ഓക്കെ, പെർസെൻറ്റേജിലാക്കണമെങ്കിൽ അതിനെ 100 കൊണ്ട് ഗുണിക്കുകയും വേണം, അപ്പോൾ ആ പെർസെൻറ്റേജിലേക്ക് മാറുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വർക്ക് ചെയ്യുന്ന ഫ്രീസിംഗ് പോയിന്റിൻ്റെയും ബോയിലിംഗ് പോയിന്റിൻ്റെയും ഫ്രീസിംഗ് പോയിന്റ് എത്ര മക്കളെ? ഫ്രീസിംഗ് പോയിന്റ് ഐസ് ആകുന്നത് 373 കെൽവിനിൽ. ഓക്കെ, സോറി, ഫ്രീസിംഗ് അല്ല, 273 കെൽവിനിൽ. ഓക്കെ, ഫ്രീസിംഗ്. ഇനി ബോയിലിംഗ് പോയിന്റ് എന്താ മക്കളെ? 373 കെൽവിനിലാണ് ബോയിൽ ചെയ്യുക. ഓക്കെ, സോ ലിസൺ, ഈ ഫ്രീസിംഗ് പോയിന്റിൻ്റെയും ബോയിലിംഗ് പോയിന്റിൻ്റെയും ഇടയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സോഴ്സ്, ഇതാണ് സിങ്ക്. ഓക്കെ, സോഴ്സിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സോഴ്സ് ടെമ്പറേച്ചർ മക്കളെ ശ്രദ്ധിക്കും. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ എന്താക്കി എടുക്കുക? T1 ആക്കി എടുക്കുക. സോ ഇതാണ് T1, ഇതാണ് T2. വലിയ ടെമ്പറേച്ചർ T1ഉം ചെറിയ ടെമ്പറേച്ചർ T2 ആയിരിക്കും. സോ ദാറ്റ് ഈസ് 1 - T2 273 by T1 373 into 100. So that is equal to 373 minus 273 100 by 373 into 100% into 100%. That is equal to 100 by 373. ഒന്ന് ഡിവൈഡ് നോക്കണം. 100 divided by 373. 100 പോവില്ല. സോ 0.0. അപ്പം 3 കിട്ടുമോ? 9ഉം 21 2ഉം ഇല്ല, കിട്ടില്ല. 3 കിട്ടില്ല. അപ്പോൾ നമുക്ക് എത്ര ആൻസർ ഉണ്ടാവുക? അപ്പോൾ 3 ഇല്ല, 2 കിട്ടും. 2 3 6ഉം പിന്നെ 2 7 14 റിമൈൻഡർ 1ഉം 6ഉം 1ഉം 7 746 ഉണ്ടാവും. റെഡി? ഓക്കെ. സോ ഇത് നോക്കുമ്പോൾ 20 ഓക്കെ, ഇത് 14 9 4 5
പിന്നെ 9 7 പോയാൽ 3 ഓക്കെ 354 ഉണ്ടാവും 354 അപ്പോൾ 354 എന്തായാലും 373 പോവില്ല സോ നമുക്കൊരു 0 കൊടുക്കാം 0 കൊടുക്കുമ്പോൾ എത്ര 3540 എത്ര 373 ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 10 എന്തായാലും ഇല്ല 9 8 അങ്ങനെ നമുക്ക് ഏകദേശം റേഞ്ച് നോക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുത്തെ ആൻസർ 0.2 സംതിങ് വാല്യൂ വരും എന്തായാലും 0.2 എന്തായാലും അല്ല 0.2നേക്കാൾ കൂടുതലാണ് ഓക്കെ സോ 0.3ൻ്റെ അടുത്തായിട്ടുള്ളൊരു വാല്യൂ എന്തായാലും വരിക അപ്പോൾ അതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.100 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.2 × 100 ചെയ്യുമ്പോൾ 20 വരും അപ്പോൾ 0.2 സംതിങ് ഉണ്ടാകുമ്പോൾ 20നേക്കാൾ കൂടിയ ഒരു പെർസെൻറ്റേജ് വരിക സോ ആൻസർ ഈസ് ഷുവർ ആൻസർ ഈസ് എ ഈസ് ദ റൈറ്റ് ആൻസർ എന്തിനാ വെറുതെ ചെയ്തുണ്ടാക്കണേ ഇതൊന്നും സിംപ്ലിഫൈ ചെയ്യണ്ട ഇത് നിങ്ങൾ നോക്കിയാൽ മതി 100/373 100/400 ആയിരുന്നെങ്കിൽ 0.25 വരുമായിരുന്നു 100/400 ആയിരുന്നെങ്കിൽ ഇതിന് ആൻസർ 0.25 വരുമായിരുന്നു നമ്മളുടെ വാല്യൂ 400നേക്കാൾ കുറവല്ലേ ആണ് അതുകൊണ്ട് തന്നെ ഈ വാല്യൂ നമുക്ക് കിട്ടിയതിനേക്കാളും കൂടുതലാണ് അപ്പോൾ 0.25നേക്കാൾ കൂടുതലാണ് ഉറപ്പാണ് 0.25നേക്കാൾ കൂടുതലാണ് പക്ഷെ 3 അടുത്തുമില്ല അപ്പോൾ 0.25ൻ്റെയും 0.3ൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ 25%ൻ്റെയും 30%ൻ്റെയും ഇടയിൽ സോ ദ ആൻസർ കൺഫേംഡ് ഏതാ A is the right answer. What options ഒന്നുമില്ലല്ലോ so listen first question a given sample of an ideal gas occupies a volume v at a pressure P and absolute temperature T. The mass of each molecule of the gas is small m. ഓരോ മോളിക്യൂളിന്റെ മാസ് സ്മോൾ m ആണ്. Which of the following gives the density of the gas? അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തതിൽ ഏതാണ് ഗ്യാസിന്റെ ഡെൻസിറ്റിക്കുള്ള എക്സ്പ്രഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. റെഡി? സോ ഞാൻ എഴുതുകയാണ്. നമുക്കറിയുന്ന ഇക്വേഷൻ PV is equal to NKBT എന്ന ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. ഇവിടെ K എന്നുള്ള പിന്നെ വാല്യൂ ഇവിടെ കാണുന്നുണ്ട്. സോ ഞാൻ KBക്ക് K എന്ന് കൊടുക്കുകയാണ്. KB ആണ് സാധനം ഞാൻ K എന്ന് എഴുതുക കാരണം ഓപ്ഷനിൽ K ഉള്ളതുകൊണ്ട്. ഓക്കെ നൗ ലിസൺ ഇവിടെ നമുക്ക് ഡെൻസിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. സോ ഡെൻസിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി മക്കളെ നോക്കടാ ഞാൻ PV is equal to NKBT എന്നുള്ള സംഭവമുണ്ട്. ഇവിടെ ഞാൻ കാര്യം ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഞാൻ ഒരു സ്മോൾ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സ്മോൾ m എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ m എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ മാസ് ആണ്. ഇതെന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു മോളിക്യൂളിന്റെ മാസ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ടോട്ടൽ മാസ് ഓഫ് ദി സാമ്പിൾ കിട്ടും. ക്ലിയർ? സോ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ മാസ്. ഞാൻ ടോട്ടൽ മാസ് MT എന്ന് എഴുതാം ഇൻറ്റു KT എന്ന് വരും. എന്ത്? NPV. ഈ V ഞാൻ അങ്ങോട്ടേക്ക് എടുത്താൽ എന്തായി? ബൈ വോളിയം എന്നായി. ടോട്ടൽ മാസ് ഓഫ് ഗ്യാസ് ബൈ വോളിയം ഈ സാധനം എന്തായി മക്കളെ? ഡെൻസിറ്റി ആയി. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇത് N അല്ല, ഇത് M ആണ്. ഓക്കെ ഇവിടെ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഡെൻസിറ്റി. സോ ഡെൻസിറ്റി ഇൻറ്റു KT ഈസ് ഈക്വൽ ടു MP. ഈ KT ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? MP/KT വരും. സോ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു MP ബൈ എന്താണ്? KT. ഈ റിലേഷൻ ഈ ഇക്വേഷൻ അതിലുണ്ടോ നോക്കുക. ഇത് ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ ഡെൻസിറ്റി എന്താണ്? PM/KT. യെസ് ഉണ്ട്. B is the right answer. So our answer is B is the correct answer. Clear ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ MP/KT is the right answer. ഓക്കെ ഡെൻസിറ്റിക്ക് ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Two vessels separately contain രണ്ട് വെസലുകളുണ്ട്. Separately contain two ideal gases A and B at the same temperature T. The pressure of A being twice that of B. Bയിലുള്ള പ്രഷറിന്റെ ഡബിൾ ആണ് എന്ത്? പ്രഷർ ഓഫ് A. പ്രഷർ ഓഫ് A being twice that of B. So A ലെ പ്രഷർ 2P, B ലെ പ്രഷർ P ആണെങ്കിൽ under such conditions the density of A is found to be 1.5 times the density of B. അതായത്
എയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ത് കണ്ടു? അത് 1 ടൈംസ് എന്താണ്? ബി ആണ്. സോ 1.5 റോ ആണ് ഡെൻസിറ്റി, എ ഡെൻസിറ്റി. അപ്പോൾ ഇയാളുടെ എന്താ? റോ. ഇയാൾ ഡെൻസിറ്റിന്റെ 1.5 ടൈംസ് ആണ് ഡെൻസിറ്റി, എന്റെ ഡെൻസിറ്റി. എ ഈസ് ഫൗണ്ട് ടു ബി 1.5 ടൈംസ് ദ ഡെൻസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞു. ഓക്കെ. The ratio of molecular weight of A and B is, അങ്ങനെയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും മോളിക്കുലാർ വെയിറ്റുകൾ തമ്മിലുള്ള എന്ത് റേഷ്യോ നമ്മൾ കാണണം. അപ്പോൾ മോളിക്കുലാർ വെയിറ്റ് തമ്മിലുള്ള റേഷ്യോ കാണാൻ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ് മക്കളെ. നോക്കടാ, പി വി ഇസ് ഈക്വൽ ടു, രണ്ടും രണ്ട് ഗ്യാസ് ആണ് അല്ലേ, 2 ഐഡിയൽ ഗ്യാസ് എന്നാ പറഞ്ഞ്. സോ പി വി ഇസ് ഈക്വൽ ടു, ഞാൻ NRT എന്ന ഇക്വേഷനിലേക്ക് ഞാൻ പോവാണ്. ഈ ഇക്വേഷനിൽ ടി ഉണ്ട്, പി ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ ഡെൻസിറ്റിനെ കൊണ്ടുവരാൻ പോവാം, ഡെൻസിറ്റിയെ കൊണ്ടുവരാൻ പോവാം. സോ ഇവിടെ എന്താ എൻ എന്ന് പറഞ്ഞാൽ മക്കളെ, പി വി ഇസ് ഈക്വൽ ടു എൻ പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസാ. അതിന് എനിക്ക് ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് എഴുതാം, ഇൻറ്റു ആർ ഇൻറ്റു എന്ത് എഴുതാം? ടി എന്നെഴുതാം. ക്ലിയർ അല്ലേ? സെറ്റ്. നൗ ലിസൺ, ഇവിടുന്ന് ഈ വി റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഈ വിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു മാസ് by given is ഗ്യാസിന്റെ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു വി ഇൻറ്റു RT എന്ന് വരും. ഓക്കെ. സോ ഹിയർ നമുക്ക് പറയാം, ലിസൺ മക്കളെ, എന്താ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നത്? മോളാർ വെയിറ്റുകൾ തമ്മിലുള്ള റേഷ്യോ അല്ലേ ചോദിച്ച്. സോ അതൊരു കാര്യം ചെയ്യാണ്, ഈ മോളാർ മാസ് എങ്ങോട്ട് എടുക്കും? അതിന് മുമ്പ് ഒരു കാര്യം, ഇത് ഗ്യാസിന്റെ മാസ് ബൈ ഗ്യാസിന്റെ വോളിയം, ആ ഡെൻസിറ്റി ആയി മാറി. സോ പി ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? റോ RT ബൈ മോളാർ മാസ് എന്ന് എഴുതാം. P is equal to rho RT by molar mass. ഈ ഇക്വേഷൻ വേണമെങ്കിൽ പഠിച്ചാൽ നന്നാവും. ഓക്കെ. സോ P is equal to rho RT by molar mass. ഈ മോളാർ മാസ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. സോ മോളാർ മാസ് is equal to rho RT by എന്താ മക്കളെ? P എന്ന് എഴുതാം. എനിക്കിനി രണ്ടാളുടെയും മോളാർ മാസുകൾ തമ്മിലുള്ള റേഷ്യോ കാണണം. അത് കാണാൻ വേണ്ടി ഞാൻ പറയാണ്, M of A by M of B is equal to rho A RT A by PA whole divided by, okay, അടുത്ത എംബിന്റെ റോ ബി ആർ ടി ബി ബൈ എന്താണ്? PB. ഓക്കെ. ഈ വാല്യൂസ് നേരെ കൊടുക്കുക, ആൻസർ ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ആറും ക്യാൻസൽ ആകും. രണ്ടാളും ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ റോ എക്ക് നമുക്ക് എന്റെ റോ എന്താ? 1.5 റോ എന്ന് കൊടുക്കുക ബൈ പി എക്ക് നമുക്ക് എന്ത് ചെയ്യാം? 2p എന്ന് കൊടുക്കുക ബൈ റോബിക്ക് എന്ത് കൊടുക്കുക? റോ എന്ന് കൊടുക്കുക. പി ബിക്ക് എന്ത് കൊടുക്കുക? പി എന്ന് കൊടുക്കുക. സോ റോയും ഇതും കട്ട്, ഇതും കട്ട്. സോ ആൻസർ ഈസ് 1.5 by 2 ഈസ് ദ ആൻസർ. മോളിക്കുലാർ വെയിറ്റുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 15 by 20 ആക്കിയാൽ 5 കൊണ്ട് കട്ട് ചെയ്യും. 3/4. ആൻസർ ഈസ് 3/4 ഉണ്ടോ നോക്കിയേ? ഉണ്ട്. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 3/4 ആണ് നമ്മളുടെ ആൻസർ. ഈ ഒരു ഇക്വേഷൻ മക്കൾ പഠിച്ചോ. പി ഇസ് ഈക്വൽ ടു റോ RT ബൈ എം. നല്ല ഇക്വേഷൻ ആണ് കേട്ടോ. P is equal to rho RT by molar mass എന്ന് പഠിക്കുക. Pressure of a gas is equal to rho RT by molar mass. Okay. Next, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. In the given VT diagram, ഈ ഒരു VT ഡയഗ്രത്തിൽ what is the relation between pressures P1 and P2? P1 ഉം P2 ഉം തമ്മിലുള്ള ബന്ധം ചോദിക്കുന്നത്. Now listen, we know PV is equal to NKBT എന്ന ഇക്വേഷൻ ഉണ്ട്. PV is equal to NK അല്ലെങ്കിൽ NRT, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സോ ഇവിടെ ഇതൊരു വിയും ടിയും തമ്മിലുള്ള ഗ്രാഫാണ്. ഓക്കെ. സോ വിയും ടിയും തമ്മിലുള്ള ഗ്രാഫാണ്. ഇത് P1 പ്രഷറിലാണ് നമ്മൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്. എന്താണ്? P2 പ്രഷറിലാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കോൺസ്റ്റന്റ് പ്രഷറിലാണ്, ഈ ഗ്രാഫും കോൺസ്റ്റന്റ് പ്രഷറിലാണ്. പക്ഷേ ഈ രണ്ട് പ്രഷറും എന്താ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ പ്രഷറിൽ കോൺസ്റ്റന്റ് ആക്കിയിട്ട് VT ഗ്രാഫ് നമ്മൾ വരച്ചു. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പറയാം, ലിസൺ, ഇവിടുന്ന് P അങ്ങോട്ട് പോയാൽ V is equal to NKB T by എന്ത്? P എന്ന് പറയാം. ഈ T ലെഫ്റ്റിലേക്ക് എടുത്താൽ V by T is equal to
NKB/P എന്ന് പറയാം. എടാ V/T NKB/P ആണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ V/T ആണ് കിട്ടുക. നമ്മൾ പറഞ്ഞ സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടല്? എപ്പോഴും y ആക്സിസ് ബൈ x ആക്സിസ് ആ കിട്ടുക. സോ സ്ലോപ്പ്, ഈ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് എടുത്താൽ V/T ആണ് കിട്ടുക. അപ്പം സ്ലോപ്പ് കൂടിയ ആൾക്ക് V/T എന്താ? കൂടുതലായിരിക്കും. ഇവിടെ V/Tയും ഈ പ്രഷറും എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ സ്ലോപ്പ് കൂടിയ ആൾക്ക്, ലിസൺ, സ്ലോപ്പ് കൂടുതലുള്ള ആൾക്ക്, അതായത് V/T കൂടുതലുള്ള ആൾക്ക് പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കണം. അപ്പോൾ സ്ലോപ്പ് ഇവിടെ ആർക്കാ കൂടുതൽ? സ്ലോപ്പ് പറഞ്ഞാൽ V/T ആണ്. V/T കൂടിയ ആൾക്ക് പ്രഷർ കുറവായിരിക്കണം. അപ്പോൾ അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ V/T പറഞ്ഞാൽ സ്ലോപ്പ്. ഗ്രാഫിന്റെ സ്ലോപ്പ് ആർക്കാ കൂടുതൽ? P2ന് സ്ലോപ്പ് കൂടുതലാണ്. പ്രഷർ P2ല് സ്ലോപ്പ് കൂടുതലാണ്. അതുകൊണ്ട് സ്ലോപ്പ് കൂടുതലുള്ള ആൾക്ക് പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ P2 എന്ന് പറയുന്ന പ്രഷർ P1നേക്കാളും എന്തായിരിക്കും? കുറവ്. അപ്പോൾ P2 കുറവാണ്, P1 കൂടുതലാണ്. എങ്ങനെ കിട്ടി എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക. V/T ആണ് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? V/T ആണ്. V/T പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൻസർ P less than P1 വരുള്ളൂ. P2 less than P1 വരുള്ളൂ. സോ ആൻസർ ഈസ് A is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, നോക്ക്. At 10 degrees Celsius, the value of the density of a fixed mass of an ideal gas divided by its pressure is x. At 10 degrees Celsius, 10 degrees Celsius, the value of density of a fixed mass of an ideal gas divided by its pressure is എന്താണ്? x ആണെന്ന് പറഞ്ഞു. At 110 degrees Celsius, this ratio will be. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ 110 ഡിഗ്രി സെൽഷ്യസ് ആക്കി കഴിഞ്ഞാൽ അപ്പോഴുള്ള ഈ റേഷ്യോ എന്താകും എന്നാണ് ക്വസ്റ്റ്യൻ. സോ മക്കളെ നോക്ക്, നമുക്കറിയാം എന്ത്? P is equal to rho RT by molar mass എന്ന് ഞാൻ പറഞ്ഞു. നോ, ഇവിടുന്ന് ഈ റോ ലെഫ്റ്റിലേക്ക് എടുത്താൽ P by rho is equal to RT by molar mass ആണ് അല്ലേ? RT by molar mass ആണ് വരിക. ഇവിടെ ലിസൺ, അവിടെ നമുക്ക് എന്തിലാ മാറ്റം വരുത്തിയത്? ടെമ്പറേച്ചറിലാണ് മാറ്റം വരുത്തിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിസൺ, P by rho is equal to RT by M. So P by rho Tക്ക് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. P by rho Tക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. സോ P by rho ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? T ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ P by rho എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ P by rho എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടുന്ന് വേറെ കാര്യം നമുക്ക് പറയാൻ പറ്റൂ. ലിസൺ, P by rho ഈസ് പ്രൊപ്പോർഷണൽ ടു T ആണെങ്കിൽ rho by P എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T. നമുക്ക് തിരിച്ചിടാം. അപ്പോൾ എന്താ? rho by P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T ആവും. ഇവിടെ നമുക്ക് തന്ന rho by P ആ, P by rho അല്ല. ഓക്കെ. അപ്പോൾ ലിസൺ, അപ്പോൾ ഞാൻ പറയട്ടെ, ലിസൺ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? rho by P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് പറയാൻ പറ്റും x ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T ആണ് ഈ കേസിൽ നമുക്ക് പറയാം. സോ ഇവിടെ x ഈസ് പ്രൊപ്പോർഷണൽ ടു 1/T. എന്താ അവിടെ? 10 ഡിഗ്രി ആണ്. അത് കെൽവിനിൽ മാറ്റുമ്പോൾ 273 10 283 ആവും. ഇനി അടുത്ത കേസിൽ നമുക്ക് ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ഡാഷ് എന്ന് വിളിക്കാം. ആ റേഷ്യോ എന്ന് വിളിക്കാം എക്സ് ഡാഷ്. അപ്പൊ ഇനി നമ്മൾ എക്സ് ഡാഷ് ആണ് കാണേണ്ടത്, എക്സ് ഡാഷ് വാല്യൂ ആണ് കാണേണ്ടത്. ആ എക്സ് ഡാഷ് എന്ന് പറഞ്ഞതും എന്തിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ അല്ല? ആ ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഡാഷ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അതിന്റെ ടെമ്പറേച്ചർ 110. 110 പ്ലസ് 273 383 വരും. ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഡാഷ് ബൈ എക്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് ബൈ ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക 1/383 ബൈ 1/283 കിട്ടും. ഇത് മുകളിൽ കയറുമ്പോൾ 283 ബൈ 383 is the answer and x dash by x dash അല്ലേ കാണേണ്ടത്. so what is x dash? x dash is equal to 283 by 383 into x ഉണ്ടാകും. അപ്പോൾ x dashന്റെ വാല്യൂ നമുക്ക് കിട്ടി എന്താണ്? 283 by 383 into x. yes, answer is yes, B is the right answer. നല്ല question. okay next, increase in temperature of a gas filled in a container would leads to.
ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കുറയോ? തെറ്റാണത്. ഇൻക്രീസ് ഇൻ ഇറ്റ്സ് മാസിൽ മാറ്റം ഉണ്ടാവില്ല. ഡിക്രീസ് ഇൻ ഇറ്റ്സ് ടെമ്പറേച്ചർ കറക്റ്റ് ആണ്. കാരണം എന്താ? ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുക എന്തിനെയാണ്? ടെമ്പറേച്ചറിനെ. ടെമ്പറേച്ചർ കൂട്ടിയാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൂടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, യെസ്. ഡിക്രീസ് ഇൻ ഇറ്റ്സ് പ്രഷർ, ഡിക്രീസ് അല്ല ചെയ്യുക, ഇൻക്രീസ് ആ പ്രഷർ ചെയ്യുക. സോ തന്നതിൽ ആൻസർ കറക്റ്റ് ചെയ്താൽ സി ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At what temperature will the RMS speed of oxygen molecules becomes just sufficient for escaping from the Earth's atmosphere? എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിന് ഒരു ഓക്സിജൻ മോളിക്യൂളിന് ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ അതിന് ഒരു RMS സ്പീഡ് വേണമല്ലോ. അപ്പോൾ ആ RMS സ്പീഡ് കിട്ടാൻ ഏത് ടെമ്പറേച്ചറിൽ RMS സ്പീഡ് കിട്ടുക? അപ്പം എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിന് ഒരു ഓക്സിജൻ മോളിക്യൂളിന് എസ്കേപ്പ് ചെയ്യണം. അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ ആ മോളിക്യൂളിൻ്റെ ടെമ്പറേച്ചർ എത്രയാകണം? Okay, that's a question. Okay, so at what temperature will the RMS speed of oxygen molecule becomes just sufficient for escaping from the Earth's atmosphere? So molecule de RMS speed എത്ര ആയാലാണ് അത് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോവുക? 11.2 km/s ആവണം. 11.2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 11,200 m/s സ്പീഡിൽ അത് RMS സ്പീഡ്, അതിൻ്റെ സ്പീഡ് ഇത്ര ആവണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ? എസ്കേപ്പ് ചെയ്ത് പോവുള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏത് ടെമ്പറേച്ചറിലാണ് ഈ ഒരു RMS സ്പീഡ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലിസൺ, VRMSൻ്റെ എക്സ്പ്രഷൻ എന്താ മക്കളെ? VRMS is equal to √3 kBT/m ആണ്. ഈ m എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ മാസാണ്. KB ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഒക്കെ നിങ്ങൾക്ക് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VRMSന് 11,200 കൊടുത്താൽ സ്ക്വയർ ചെയ്താൽ മൊത്തം, അപ്പോൾ എന്തായാലും റൂട്ട് അങ്ങ് പോയിക്കോളൂ. സോ 3 × KB becomes 1.38 × 10⁻⁻23 × T ഡിവൈഡഡ് ബൈ തന്ന മാസം ഉപയോഗിക്കണം 2.76 10⁻⁻26 kilograms ഇത് ഉപയോഗിക്കണം. ഓക്കെ, ഇനി ടി കിട്ടും. ടിക്ക് വേണ്ടി ചെയ്യാം. ടി is equal to 11,200 square into ഇത് ക്രോസ് ചെയ്യാം 2.76 × 10⁻⁻26 divided by 3 × 1.38 × 10⁻⁻23 എന്ന് വരും. ഓക്കെ, സോ ഇത് മുകളിലേക്കട് കയറുമ്പോൾ 10⁻⁻+23 ആവും. അതുകൊണ്ട് 10 എന്ത് വരും? ഇത് രണ്ടും കൂടി കട്ടാവുമ്പോൾ 10⁻⁻³ എന്ന് വരും. ഇത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? എങ്ങനെ? 112ൻ്റെ സ്ക്വയർ ഇൻറ്റു 2 0 10 സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ 10⁻⁴ എന്ന് എഴുതാം, ഇൻറ്റു 2.76 × 10⁻⁻3 ഇതും കട്ടാവുമ്പോൾ ഒരു 10 വരും, ഡിവൈഡഡ് ബൈ 3 × 1.38 എന്നെഴുതാം, 10 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബാക്കിയുള്ള ഇതൊക്കെ 112ൻ്റെ സ്ക്വയർ ഇൻറ്റു 2.76 × 10 ഡിവൈഡഡ് ബൈ 3 × 1.38 എന്ന് കിട്ടും. ഇതാണ് ടെമ്പറേച്ചർ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 112 2. നമുക്ക് ഒരു കാര്യം ചെയ്യാം, 112ൻ്റെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ കട്ടായി പോകാൻ 1.38 മുകളിലുണ്ട്. ചുമ്മാ ഒന്ന് 1.38ഉം 3 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 24 2 9 10 11 റിമൈൻഡർ 1 3 1 4. സോ ദിസ് ബിക്കംസ് 4.14 എന്നുണ്ടാവും. 4.14 അതുകൊണ്ട് കാര്യമുണ്ടോ? 4.14 കൊണ്ട് കാര്യമൊന്നുമില്ല. സോ 112 സ്ക്വയർ ഇൻറ്റു 2.76 × 10 ഡിവൈഡഡ് ബൈ 4.14. സോ നമുക്ക് 112ൻ്റെ സ്ക്വയർ ഒന്ന് എടുത്തു നോക്കാം. ലിസൺ, സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 112 4 2 2 2 1 1 2 1 1. സോ 4 4 5 2 1. ഓക്കെ, സോ that is becomes 1 2 1 1 2 5 4 4 into 27.6 എന്ന് എഴുതാം ബൈ 4.14 എന്നും എഴുതാം. ഓക്കെ, സോ 27/4.14. 27ൽ എത്ര 4.14 ഉണ്ട്? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 28 ആകുമ്പോൾ 14 7. അപ്പോൾ ഏകദേശം 4 28 അല്ലേ? അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ
ഇതും നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ടോ ഈ മുകളിലത്തെ ആളെ ഒരു അപ്രോക്സിമേറ്റ്ലി 7 ചാമ്പാം. ഓക്കെ, അങ്ങനെ 7 ചാമ്പിയൊക്കെ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ അപ്രോക്സിമേറ്റ്ലി ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാവും, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെയ്ത് നോക്കാം. ആൻസർ വിൽ ബി 12544 into 7. 28 2 7 30 3 35 3 38 റിമൈൻഡർ 3 2 7 14 3 17 റിമൈൻഡർ 1 7 1 8 8 7 8 87,808 അപ്രോക്സിമേറ്റ്ലി 80 സംതിങ് ആയിരം. യെസ്, അപ്പോൾ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അല്ല, ബി 8360 ഉണ്ടാവും. യെസ്, 83,000 സംതിങ്. യെസ്, അപ്പോൾ ഇതിൻ്റെ നിയർ ബൈ വാല്യൂ, കാരണം നമ്മൾ അപ്രോക്സിമേഷൻ എടുത്തു ഇവിടെ, അപ്പോൾ ചെറിയ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. സോ ആൻസർ വിൽ ബി 83,600 ആണ് അപ്രോക്സിമേറ്റ്ലി കേട്ടോ. റെഡി? അപ്പോൾ ഈ ഒരു സ്പീഡിൽ ഇത്രയും കെൽവിൻ ടെമ്പറേച്ചറിലാണ് നമ്മളുടെ മോളിക്യൂൾ ഉള്ളതെങ്കിൽ അത് ഇവിടുന്ന് എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്ത് പോകും. ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The molecules of a given mass of a gas, listen, the molecules of a given mass of gas have RMS velocity. Vrms is equal to 200 meter per second ആണ് at a temperature 300 Kelvin. Okay, and 1×10⁵ Newton per meter square pressure എത്ര? 1×10⁵ Pascal pressure. When the temperature and pressure of the gas are respectively, temperature മാറ്റാൻ പോവാണ്. ടെമ്പറേച്ചർ എത്ര ആക്കാൻ പോവാണ്? T1 ആയിക്കോട്ടെ, P1 ആയിക്കോട്ടെ, T2 ആയിക്കോട്ടെ. T2 127 എന്ന് പറഞ്ഞാൽ പ്ലസ് 273 ചെയ്യുമ്പോൾ 200 300 400. സോ 400 കെൽവിൻ ആക്കി ടെമ്പറേച്ചർ. പ്രഷർ എത്ര ആക്കിയടാ? 0.05 into 10⁵ പാസ്കൽ. ഓക്കെ, അങ്ങനെയും ആക്കി, ഇങ്ങനെയും ആക്കി. ദ RMS വെലോസിറ്റി ഓഫ് ഇറ്റ്സ് മോളിക്യൂൾസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ഈസ്. അപ്പോൾ അതിൻ്റെ RMS വെലോസിറ്റി കാണാം. സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ VRMS? VRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 3 kBT/m ആണ്. ഓക്കെ, 3 kBT/m. ഇവിടെ എന്താ പ്രത്യേകത? ഈ ഗ്യാസ് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത്, അപ്പോൾ വേറെ ഗ്യാസ് അല്ല. അതുകൊണ്ട് അവിടെ KB-യും M-ഉം 3-യും ഒക്കെ എന്താ? കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം. VRMS എന്ന് പറയുന്ന സാധനം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? റൂട്ട് ടെമ്പറേച്ചറിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ VRMS ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റൂട്ട് എം. ഗ്യാസ് മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ അല്ലേ? ഗിവൺ മാസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗ്യാസും മാസും കാര്യങ്ങളും ഒന്ന് ഗ്യാസ് മാറിയാലേ ഈ മാസ് മാറുള്ളൂ. ഓക്കെ, സോ 3-യും KBT-യും M-ഉം ഒക്കെ എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അതുകൊണ്ട് VRMS ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് T. ടെമ്പറേച്ചറിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുക? റൂട്ട് മീൻസ് VRMS ഡിപ്പെൻഡ് ചെയ്യുക. ഗ്യാസ് മാറുന്നില്ലെങ്കിൽ, ഗ്യാസ് മാറുകയാണെങ്കിൽ പിന്നെ ടെമ്പറേച്ചറും മോളർ മാസും ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ മാസും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ഫ്രം ഹിയർ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇനി ഇവിടുത്തെ RMS വെലോസിറ്റി ആകാണ്ടി അല്ലേ? ഞാൻ ഇവിടുത്തെ RMS വെലോസിറ്റിനെ RMS വെലോസിറ്റി ഡാഷ് എന്ന് വിളിക്കാം. സോ VRMS ഡാഷ് ബൈ VRMS is equal to root of, okay, അവിടുത്തെ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ അതാണ്. ഓക്കെ, ഡിവൈഡ് ബൈ ഇനി ഇതിൻ്റെ ടെമ്പറേച്ചർ എന്താ? 300. ഇത് കട്ട്. ഓക്കെ, സോ ദ ആൻസർ ഈസ് VRMS 200 ആണ്. അപ്പോൾ എന്താ ആൻസർ ഉണ്ടാവുക? ദാറ്റ് ബിക്കംസ് VRMS ഡാഷ് ഇസ് ഈക്വൽ ടു 200 റൂട്ട് 4/3. ഇത് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. റൂട്ട് 4 പുറത്ത് വരുമ്പോൾ 2 ആവും. 2 200 400 ആവും. അപ്പം 400/√3 ആണ് VRMS പുതിയ ആളുടെ വരിക. 400/√3. സോ ആൻസർ ഈസ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ആൻസർ ഈസ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ വെസൽ ദ ഗ്യാസ് ഈസ് അറ്റ് പ്രഷർ P. ഒരു വെസൽ ഉണ്ട്. ഈ വെസലിൽ ഗ്യാസ് എത്ര പ്രഷറിലാണ്? P പ്രഷറിലാണ്. ഇഫ് ദ മാസ് ഓഫ് ഓൾ ദ മോളിക്യൂൾസ് ഈസ് ഹാഫ്ഡ്. ഓക്കെ, അപ്പം മാസ് ഇവിടെ മോളിക്യൂളിൻ്റെ മാസ് M ആണ്.
ഇവിടെ മോളിക്യൂളിൻ്റെ മാസ് എന്താക്കി പകുതിയാക്കി. ഓക്കെ, if the mass of all the molecules is halved and their speed is doubled. Okay, ഇവിടെ VRMS ആണെങ്കിൽ ഇവിടെ VRMS 2VRMS ആക്കി ആയിക്കോട്ടെ. then the resultant pressure will be, അങ്ങനെയാണെങ്കിൽ ഇവന്റെ പ്രഷർ എന്തായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലിസൺ, നമുക്കറിയാം എക്സ്പ്രഷൻ ഫോർ ഗ്യാസ് പ്രഷർ P is equal to 1/3 nm VRMS സ്ക്വയർ ആണ് എന്ത് പിന്നെ ഇക്വേഷൻ. ഇവിടെ ഗ്യാസ് മാസ് ഓഫ് മോളിക്യൂൾസ് പകുതിയാക്കി, സ്പീഡ് ഇരട്ടിയാക്കി, നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ഈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസും മാറ്റിയിട്ടില്ല, ഗ്യാസിൻ്റെ വോള്യവും മാറ്റിയതായിട്ടൊന്നും പറഞ്ഞില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പിന്നെ ഈ n കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. സോ n കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. അപ്പം നമുക്ക് എന്താ മക്കളെ പറയാം, P is equal to ഇത് തന്നെ 1/3 nm VRMS സ്ക്വയർ തന്നെ. ഇനി അടുത്ത P ഡാഷ് അപ്പം നമ്മൾ എന്താ എഴുതുക, 1/3 n ഇൻറ്റു m നമ്മൾ m/2 എന്ന് കൊടുക്കും, VRMSന് 2VRMS എന്ന് കൊടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ ഉണ്ടാകും. അപ്പം എന്താ സംഭവിക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 n ഇൻറ്റു m/2 ഇൻറ്റു 4 VRMS സ്ക്വയർ എന്നുണ്ടാകും. ഈ 4ഉം ഈ 2ഉം കട്ടാക്കും, അപ്പോൾ ഇത് 2 വരും. സോ ആൻസർ ഈസ് 2 times 1/3 nm VRMS സ്ക്വയർ വരും. സോ ഇത് P ആണ്. സോ 2 times എന്ത് വരും, P വരും. സോ പുതിയ പ്രഷർ എന്തായി മാറും, 2 times പഴയ പ്രഷറായി മാറും. സോ our answer is 2P. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. At 0 Kelvin, which of the following properties of a gas will be 0? 0 Kelvinൽ ഈ തന്നിരിക്കുന്നതിൽ ഏത് പ്രോപ്പർട്ടിയാണ് 0? നമുക്കറിയാം ഗ്യാസിൻ്റെ പിന്നെ ടെമ്പറേച്ചർ 0 Kelvin ആയി കഴിഞ്ഞാൽ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവില്ല, അതുപോലെ RMS വെലോസിറ്റി ഉണ്ടാവില്ല, ഓക്കെ, അതുപോലെ പ്രഷറും ഉണ്ടാവില്ല. ഓക്കെ, സോ കൈനറ്റിക് എനർജി 0 ആകും, വൈബ്രേഷണൽ എനർജി 0 ആകും നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഡെൻസിറ്റി 0 ആവും നമ്മൾ പറഞ്ഞിട്ടില്ല, പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നില്ല. ഇവിടെ എന്ത് മാത്രമേ 0 ആവുന്നുള്ളൂ, VRMS 0 ആകുന്നു. 0 Kelvinൽ VRMS, പ്രഷർ, കൈനറ്റിക് എനർജി ഇതൊക്കെ എന്താവും ഇവിടെ 0 ആകും. ഇതൊക്കെ എന്താകും 0 ആകും എപ്പം ടെമ്പറേച്ചർ 0 Kelvin ആയി കഴിഞ്ഞാൽ. റൈറ്റ്, സോ ആൻസർ ഈസ് C is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തെ നമ്മൾ E എന്ന് വിളിക്കുകയാണ്. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം മനസ്സിൽ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. സോ വി ഹാവ് ദ ഇക്വേഷൻ പ്രഷർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കൈനറ്റിക് എനർജി അങ്ങനെ പറയാം, PV ഇസ് ഈക്വൽ ടു NKBT എന്ന് പറയാം. PV ഇസ് ഈക്വൽ ടു NKBT. സോ P ഇസ് ഈക്വൽ ടു NKBT ബൈ വോളിയം എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു N ഇൻറ്റു നല്ലോണം ശ്രദ്ധിക്കുക, N ഇൻറ്റു KB. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകെ കൈനറ്റിക് എനർജിനെ കൊണ്ടുവരാൻ പോവാണ്. സോ N ഇൻറ്റു കൈനറ്റിക് എനർജി കൊണ്ടുവരാൻ 3 times ½ KBT ആണ് ശരിക്കും എന്ത് കൈനറ്റിക് എനർജി, ഡിവൈഡ് ബൈ എന്തുണ്ട് വോളിയം ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, മുകളിൽ നമ്മൾ 3 times ½ എഴുതി, 3 ഇൻറ്റു 1/2 മുകളിൽ എഴുതി. അപ്പോൾ താഴെ എന്ത് ചെയ്യണം, 3 times ½ എന്ന് എഴുതണം. അപ്പോൾ ഈ 2 മുകളിൽ കയറും. അപ്പോൾ എന്തായാലും ഈ സംഭവം എന്തായടാ കൈനറ്റിക് എനർജി ആയി, ആ സംഭവം കൈനറ്റിക് എനർജി ആയി. പക്ഷെ ഇത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തെ നമ്മൾ E എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം പറ, P is equal to total number of molecules in that gas into E into ഈ 2 മുകളിൽ കയറും 2 divided by 3 എന്ന് എഴുതാം. 3/2 2 മുകളിൽ കയറുമ്പോൾ 2/3 ഇങ്ങനെ വരും. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്താ, അവർ തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചത് അല്ലേ. സോ അവർ തമ്മിലുള്ള ബന്ധം നമുക്കിതാ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ചോദിച്ചത് എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഗ്യാസ് ആണ്, ഒരു ഗ്യാസ് അല്ലേ. സോ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇതാണ്, അതായത് N എന്ന് പറഞ്ഞാൽ ശരിക്കും 3 times ½ KBT പറഞ്ഞാൽ എന്താ, ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജിയാണ് 3 times ½ KBT എന്ന് പറഞ്ഞാൽ അതെന്താ പെർ യൂണിറ്റ് വോളിയായി. ഈ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ടോട്ടൽ ആ ഗ്യാസിൻ്റെ മൊത്തം
മൊത്തം കൈനറ്റിക് എനർജി ആയി മാറി. ഇത് ഇൻറ്റു n അടിക്കുമ്പോൾ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ E എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താണ്? P is equal to E എന്ന് പറഞ്ഞ് ടോട്ടൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഉണ്ടോ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഗ്യാസ് ആണ്, ഒരു മോളിക്യൂളിൻ്റെ അല്ല. അപ്പോൾ ശരിക്കും ഇത് ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി ആണ്, ഇൻറ്റു n ചെയ്യുമ്പോൾ എന്താ മൊത്തം ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി ആയി പെർ യൂണിറ്റ് വോളിയം ആയി. അപ്പോൾ നമുക്ക് എന്ത് പറയാടാ, ഇത് ഒന്നായിട്ടാണ് ശരിക്കും എന്ത് E എന്ന് പറഞ്ഞാൽ. അപ്പോൾ E ഡിവൈഡ് ബൈ 3/2 വരികയും 2 മുകളിൽ കയറുമ്പോൾ 2E/3 വരികയും ചെയ്യും. സോ ആൻസർ ഈസ് P is equal to 2E/3 എന്ന് എഴുതാം. സോ അവർ ആൻസർ ഈസ് P is equal to 2/3 or 2E/3 എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to kinetic theory of gas, at absolute zero of temperature, അതായത് T becomes 0 Kelvin ആയാൽ വാട്ടർ ഫ്രീസസ്, വാട്ടർ ഫ്രീസ് ചെയ്യുക ചെയ്യാം അല്ല, ലിക്വിഡ് ഹീലിയം ഫ്രീസസ്, ഫ്രീസ് ചെയ്യാണോ ചെയ്യാം, മോളിക്കുലർ മോഷൻ സ്റ്റോപ്സ്, യെസ്, RMS velocity becomes 0, മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആവും, റൈറ്റ്. സോ ആൻസർ ഈസ് C is the right answer. Next question. At constant volume, temperature is increased. Constant volume keep on constant ആണ്, ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ഓക്കെ, വോളിയം മാറുന്നില്ല, ടെമ്പറേച്ചർ കൂടുകയാണ്. കൊളീഷൻ ഓൺ വാൾസ് വിൽ ബി ലെസ്, കൊളീഷൻ ഓൺ വാൾസ് വിൽ ബി ഗ്രേറ്റർ, കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഇൻക്രീസ് ചെയ്യുക ചെയ്യാം. നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് ടൈം വിൽ ഇൻക്രീസ്. ഓക്കെ, കൊളീഷൻസിന്റെ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് ടൈം, കൊളീഷൻസിന്റെ എണ്ണം കൂടും എന്നാ പറഞ്ഞത്. തീർച്ചയായിട്ടും കൊളീഷൻസിന്റെ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് ടൈം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കറക്റ്റ് ആണ്. ഓക്കെ, കൊളീഷൻസ് വിൽ ബി ഇൻ സ്ട്രേറ്റ് ലൈൻസ്, അങ്ങനെ ആയിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ലല്ലോ, ഇല്ല. കൊളീഷൻസ് വിൽ നോട്ട് ചേഞ്ച്, അതും തെറ്റാണ്. സോ ആൻസർ ഈസ് നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് ടൈം വിൽ ഇൻക്രീസ്. അത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, വോളിയം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അപ്പോൾ ഫിക്സഡ് വോളിയത്തിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മോളിക്യൂൾസിന് ഇടി എന്ത് ചെയ്യും, നല്ലോണം കൂടും. ഓക്കെ, നെക്സ്റ്റ്. ആവറേജ് തെർമൽ എനർജി ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ് ഈസ്, ഓക്കെ, ആവറേജ് തെർമൽ എനർജി ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. സോ 3 times half kBT ആണ് മക്കളെ എന്ത് വരിക, ടോട്ടൽ കൈനറ്റിക് എനർജി വരിക. ഓക്കെ അല്ലേ. സോ ആൻസർ ഈസ് ആവറേജ് തെർമൽ എനർജി ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ് ഈസ് 3 times half kBT. ആൻസർ ഈസ് B is the right answer. B is the right answer. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. The degrees of freedom of a triatomic gas is, triatomic gas ആണ്, 3 ആറ്റംസ് ഉള്ള ഗ്യാസ് ആണ്. അപ്പോൾ ട്രൈഅറ്റോമിക് ഗ്യാസിൽ നോൺ ലീനിയർ ഉണ്ട്, ലീനിയർ ഉണ്ട്. നമുക്കൊരു നോൺ ലീനിയർ ആയി കൺസിഡർ ചെയ്യാം, എപ്പോഴും നോൺ ലീനിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക പറഞ്ഞില്ലെങ്കിൽ. അപ്പോൾ ട്രൈഅറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ നമുക്കറിയാം ട്രാൻസ്ലേഷണൽ മോഡിൽ നമുക്ക് എത്ര DOF തരും, 3 DOF കിട്ടും. പിന്നെ റൊട്ടേഷൻ മോഡിലും 3 കിട്ടും, നോൺ ലീനിയർ ആണ് കേസിൽ. സോ 6 DOF ഉണ്ടാവും. ഓക്കെ, പിന്നെ അവിടെ വൈബ്രേഷണൽ മോഡിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഏത് ഹൈ ടെമ്പറേച്ചർ ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ലോ ടെമ്പറേച്ചറിന്റെ കേസ് വെച്ച് പറഞ്ഞാൽ മതി. സോ ആൻസർ ഈസ് 6 is the right answer. ഓക്കെ, the number of translational degrees of freedom for a diatomic gas, ഗ്യാസ് ഡയറ്റോമിക് ആണ്. ഈ ഡയറ്റോമിക് ഗ്യാസിന് എത്ര ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് മക്കളെ, ട്രാൻസ്ലേഷണൽ മാക്സിമം 3 കിട്ടുള്ളൂ. ആ 3 എല്ലാവർക്കും ഉണ്ട്, അതെല്ലാവർക്കും 3 ഉണ്ട് ട്രാൻസ്ലേഷൻ DOF. അപ്പോൾ ഇവിടെ ഡയറ്റോമിക് ആണെങ്കിലും മോണോറ്റോമിക് ആണെങ്കിലും പിന്നെ പോളിയറ്റോമിക് ആണെങ്കിലും പോയറ്റോമിക്കിൽ ഏത് കേസ് എടുക്കുകയാണെങ്കിലും അവിടെ ഒക്കെ ട്രാൻസ്ലേഷണൽ DOF എപ്പോഴും എത്രയാണ്, B3 ആണ് വരിക. ഓക്കെ, സംശയമില്ലാത്ത കാര്യമാണ്. അടുത്ത്, ഇപ്പോൾ പോളിയറ്റോമിക് ഗ്യാസ് വിത്ത് N DOF ഹാസ് എ മീൻ എനർജി പെർ മോളിക്യൂൾ ഗിവൺ ബൈ, ഒരു പോളിയറ്റോമിക് ഗ്യാസ് ആണ്, അതിൻ്റെ DOF എത്രയാണ്, N ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഹാസ് എ മീൻ എനർജി പെർ മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ മീൻ എനർജി എത്രയാണ്. അപ്പോൾ N DOF ഉണ്ടെങ്കിൽ N times half kBT അല്ലേ വരിക. ഓക്കെ, N times half kBT ആണ് എന്ത് വരിക, അതിൻ്റെ മീൻ എനർജി വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, മീൻ എനർജി പെർ മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ എനർജിയാണ്, കൈനറ്റിക് എനർജിയാണ് ശരിക്കും half kBT. ഓക്കെ, half kBT ആണ് ഒരു മോളിക്യൂളിൻ്റെ ഒരു DOF ഉള്ള എനർജി. ഓക്കെ, അങ്ങനെ N DOF ഉണ്ടെങ്കിൽ എത്ര ആയി, N times half kBT ആണ് ഒരു മോളിക്യൂളിൻ്റെ എന്ത് എനർജി വരിക. അപ്പോൾ എന്താ മക്കളെ വരിക, മെയിൻ എനർജി പെർ മോളിക്യൂൾ ഗിവൺ ബൈ N times half kBT, NKT/2 എന്നുണ്ടാവും ആൻസർ. സോ അവർ ആൻസർ ഈസ് C is the right answer. Okay, next question.
The value of gamma Cp by Cv for hydrogen, next helium, and another ideal atom gas X whose molecules are not rigid but have an additional vibrational mode. ഒരു vibrational mode ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡയറ്റോമിക് ഗ്യാസ് തന്നെയാണ് എക്സ്. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഒരു വൈബ്രേഷണൽ മോഡ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവരെന്ത് കാണണം? ഗാമ വാല്യൂസ് നമ്മൾ കാണണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഇത് ഡയറ്റോമിക് ആണ്. ഡയറ്റോമിക് ആണെങ്കിൽ നമുക്കറിയാം ഏതാ പിന്നെ ഇത് വരിക 7/5 അല്ലേ ഡയറ്റോമിക്കിന്റെ ഗാമ വാല്യൂ. ഗാമ എങ്ങനെ കാണുക? 1+2/f ആണ്. 1+2/f. എത്ര DOF ഡയറ്റോമിക്കിന്? ഡയറ്റോമിക്കിന് നമുക്കറിയാം എത്ര DOF? 5 DOF. സോ 7/5 ആണ് ആരെ ഗാമ വാല്യൂ? ഡയറ്റോമിക്കിന്റെ ഗാമ വാല്യൂ. ഇനി മോണോ ആറ്റോമിക് എടുക്കാൻ DOF 3 ആണ്. 3 ആയതുകൊണ്ട് ഇവന്റെ ഗാമ വാല്യൂ വരിക 1+2/3 ഉണ്ടാവും. ദാറ്റ് ഈസ് 5/3. ഇനി അടുത്ത ആൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാൾ ഏതാണ്? അത് ഡയറ്റോമിക് തന്നെയാണ്, ഹൈ ടെമ്പറേച്ചറാ. സോ ഡയറ്റോമിക്കിൽ 3 ട്രാൻസ്ലേഷനിലും 2 റൊട്ടേഷനിലും പിന്നെ 2 വൈബ്രേഷനിലും കിട്ടും. എന്ത്? 2 DOF. അപ്പോൾ എത്രയായി? 3 2 7 ഉണ്ടാവും അല്ലേ? അപ്പോൾ 7 ആണ് വരിക. സോ 1+2/7 വരും DOF. സോ 9/7 will be the DOF of X. അപ്പോൾ 7/5, 5/3, 9/7. So answer is A is the right answer. Okay. Next question. A gas mixture consists of 2 moles of oxygen. ഒരു ഗ്യാസ് മിക്സ്ചർ ഉണ്ട്. അതിൽ 2 മോൾസ് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. 4 മോൾസ് എന്തുണ്ട്? ആർഗൺ ഉണ്ട്. അറ്റ് ടെമ്പറേച്ചർ Tയിൽ. Neglecting all vibrational modes, the total internal energy of the system is. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഇന്റേണൽ എനർജി നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. മക്കളെ, ഇത് ഡയറ്റോമിക് ആണ്, ഇത് മോണോ ആറ്റോമിക് ആണ്. സോ ഒരു ഡയറ്റോമിക് മോളിക്യൂളിന്റെ എനർജി എത്ര വരിക? ഡയറ്റോമിക് ആണോ? ഡയറ്റോമിക് ആണെങ്കിൽ അതിൻ്റെ പിന്നെ DOF വരിക 5 ആണ്. സോ 5 × 1/2 kBT ആണ് എന്ത് വരല്? ഒരു മോളിക്യൂളിന്റെ എന്ത് വരിക? പിന്നെ ടോട്ടൽ എനർജി വരിക. അപ്പം അവിടെ എത്ര മോൾസ് ഉണ്ട് മക്കൾ നോക്ക്. ഇത് ഒരു മോളിക്യൂളിന്റെ എന്താണ്? ടോട്ടൽ എനർജിയാണ്. മീൻസ് ടോട്ടൽ ഒരു മോളിക്യൂളിന്റെ കിട്ടി. നമുക്ക് എത്ര മോളിന്റെ കാണണം? 2 മോളിന്റെ കാണണം. ഓക്കെ, 2 മോളിന്റെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 2 × Na കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താ? ഇത് ഒരു മോളിക്യൂളിന്റെ എന്താണ്? ഇത് ഒരു ഡയറ്റോമിക് മോളിക്യൂളിന്റെ എനർജിയാണ്, കൈനറ്റിക് എനർജിയാണ് 5 times 1/2 kBT. കാരണം ഡയറ്റോമിക് ആണെങ്കിൽ 5 DOF ഉണ്ടാവും. ഒരു DOF-ൽ 1/2 kBT ആണ് കൈനറ്റിക് എനർജി ഉണ്ടാവുക. അപ്പോൾ എന്താണ്? 1/2 kBT × 5 അടിച്ചു. സോ 1/2 kBT × 5 അടിക്കുമ്പോൾ 5 DOF-ലേക്കുള്ള മൊത്തം എനർജി കിട്ടി. സോ ഒരു ഡയറ്റോമിക് മോളിക്യൂളിന്റെ എനർജി കിട്ടി. അതിനെ Na കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മോളിന്റെ എന്ത് കിട്ടി? എനർജി കിട്ടി. ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2 മോളിന്റെ കിട്ടി. അപ്പോൾ എന്താ മക്കളെ? 2 മോളിന്റെ എനർജി ഇതാണ്. KB × Na ചെയ്താൽ എന്താ കിട്ടുക? 5 times 1/2. KB പറഞ്ഞാൽ R/Na ആണ്. Na കട്ടാവുമ്പോൾ 1/2 RT × 2 കട്ടാവുമ്പോൾ 5 RT എന്നുണ്ടാകും. എന്ത്? ടോട്ടൽ എനർജി ഓഫ് 2 moles ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. ഇതേപോലെ ആർഗണിന്റെ കാണണം. ആർഗൺ എന്ന് പറയുമ്പോൾ മോണോ ആറ്റോമിക് ആണ്. മോണോ ആറ്റോമിക് ആകുമ്പോൾ 3 DOF ഉണ്ടാകും. 3 × 1/2 kBT ഉണ്ടാകും. ഇൻറ്റു 4 മോളില്ലേ? അപ്പോൾ 4 Na ചെയ്യണം. ഓക്കെ, എന്നെയും KBയും കൂടി 6 ആകും. സോ ആൻസർ കട്ട് 2 ആകും. സോ ആൻസർ ഈസ് 2 3 6 6 RT എന്ന് വരും. 6 RT. അപ്പോൾ ഇവന്റെ 5 RT യും 6 ആൻസർ ഈസ് 11 RT ആണ് ടോട്ടൽ എന്ത് വരിക? ഇന്റേണൽ എനർജി വരിക. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ എനർജി എന്താ വരിക? 11 RT ആണ് വരിക. യു ഗോട്ട് ഇറ്റ്? യെസ്. നെക്സ്റ്റ്, to find out degrees of freedom, the expression is F is equal to 2/gamma-1. ഇതിൽ ഏതാണ് വരികയാണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണാം അല്ല. ഗാമ is equal to 1+2/f എന്നുള്ള ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് അതിലേക്ക് എത്താം. എങ്ങനെ? Gamma-1 is equal to 2/f. തിരിച്ചിടുക. 1/gamma-1 is equal to f/2. F എന്താ? 2/gamma-1. So answer is F is equal to 2/gamma-1. Next question. For hydrogen gas, Cp minus Cv is equal to A
And for oxygen gas, Cp minus Cv is equal to B. So the relation between A and B is given by. എടാ മക്കളെ Cp minus Cv എപ്പോഴും 6 അല്ലേ വരല്. അപ്പോൾ A പറഞ്ഞാൽ എന്താ 6 ആണ്, B പറഞ്ഞാൽ എന്താ 6 ആണ്. അപ്പോൾ Aൻ്റെയും Bൻ്റെയും വാല്യൂ തമ്മിലുള്ള റിലേഷൻ ചോദിച്ച് ആൻസർ എന്താ ഡി. എയും ബിയും സെയിം ആണ്. എത്ര ആൻസർ 6 ആണ്. ശരിക്കും A is equal to B is equal to ശരിക്കും എന്താ 6 ആണ് വരിക. ഓക്കെ, മേയേഴ്സ് റിലേഷൻ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞല്ലേ? ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും സെറ്റാന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ മക്കൾ നല്ലതുപോലെ തിയറി പഠിക്കുക, ഈ MCQs വൃത്തിക്ക് ചെയ്ത് പഠിക്കുക, സ്വന്തമായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒന്ന് നിങ്ങൾ സ്വന്തം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോഴേ ഇതൊന്ന് സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക. നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.